പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കുർബാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതുകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ,
സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാ സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അസഹനീയമായി തോന്നുന്നത് അനീതി പ്രവർത്തിക്കുന്നതിൻ്റെ കൂടെ ജീവിക്കുമ്പോഴാണ്. കുടുംബത്തിലായാലും എല്ലായിടത്തും ചെറുടെ സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടി വരുമ്പോൾ അവിടെ സമത്വം പോവുകയും അനീതിക്ക് ബാക്കിയുള്ളവർ ഇരയാകുകയും ചെയ്യും. ഇത് ആദ്യകാലം പോലെ ഈ ഗ്രീക്കുകാരുടെ വിപ്ലവമില്ലേ, അപ്പോസ്തല പ്രവർത്തനം 6:1, ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പിറുപിറുത്തു. ഈ ബൈബിളിലും ലോകചരിത്രത്തിലും ഈ ഹെബ്രായർക്കെതിരെ എന്നുള്ള ഈ വാക്ക് ആവർത്തിക്കുന്നുണ്ട്. കാര്യം യഹൂദർ എവിടെ പോയാലും, യഹൂദന്മാർ പല രാജ്യങ്ങളിൽ പോയായിരുന്നല്ലോ, അവർക്ക് അവിടെയെല്ലാം പീഡനങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് ഇവരെ ആൾക്കാർ പീഡിപ്പിച്ചു എന്നുള്ള ചോദ്യം നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും. അതെന്ന് വെച്ചാൽ ഇവർ എപ്പോഴും മറ്റുള്ളവരെ അവോയ്ഡ് ചെയ്യണ പോലെ മറ്റു രാജ്യക്കാർക്ക് തോന്നും. ഇപ്പോൾ ഇംഗ്ലീഷുകാരുടെ രാജ്യത്ത് ചെന്നപ്പോൾ സ്പാനിഷ് എന്നാണ് ഇവർക്ക് കൂടുതൽ പ്രയാസങ്ങളുണ്ടായത്. പക്ഷേ ഇംഗ്ലീഷ് രാജ്യത്ത് മോശമില്ല ഇവർ. എന്താ കാര്യമാണ്, ഷേക്സ്പിയറിൻ്റെ ഒരു കഥയില്ലേ, ഷേക്സ്പിയറിൻ്റെ കഥയിൽ സെമയോണിസ് ഒരു കടം കൊടുത്ത വെനീസിലെ വ്യാപാരി, ദ മർച്ചൻ്റ് ഓഫ് വെനീസ്. അപ്പോൾ ആ വ്യാപാരിയിൽ പണം കടം കൊടുക്കുന്നത് ഒരു യഹൂദനാണ്. അതായത് ഈ വട്ടിപ്പണ പലിശയ്ക്ക് കടം കൊടുക്കണ യഹൂദനാണ്. അപ്പോൾ ഈ ഷേക്സ്പിയറിൻ്റെ ഇംഗ്ലീഷ് കഥയിൽ പണം കടം കൊടുക്കുന്ന ആളാണ് യഹൂദൻ. അപ്പോൾ അയാൾ ആ കട ഈടാക്കുന്നതിന് പകരം കോടതി വെച്ച് മാംസം വെട്ടി ചോദിക്കുന്നുണ്ട്. പിന്നെ അത് നമ്മുടെ ഷിബിയുടെ കഥ പോലെ, ഷിബി വെച്ചാൽ ഈ ഷേക്സ്പിയർ ഇവിടുന്ന് മോഷ്ടിച്ചാണെന്ന് തോന്നുന്ന കഥ, ചിലപ്പതികാരത്തിൽ നിന്ന്. സെമയോണിസിന് ഇത് കൊടുക്കുമ്പോൾ കോടതി എന്ന് പറയണത് മാംസം തരാതെ പറഞ്ഞിട്ടുള്ളൂ, രക്തം പൊടിയരുതെന്ന് പറയും. അത് നമ്മളുടെ കഥയാണ്, ചിലപ്പതികാരത്തിലെ കഥയാണ്. ഷേക്സ്പിയർ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ്, അടിച്ചു മാറ്റിയതാണ് നമുക്കറിയാൻ പാടില്ല. ആ കഥയിൽ അങ്ങനെ ഒരു രംഗമുണ്ട്. അപ്പോൾ ഇവിടെ ചെന്നാൽ ഈ ആളെ പെരുകുമ്പോൾ അനീതികളുണ്ടാവും. അതാണ് ആളെ പിടിച്ചു പറഞ്ഞത്. കുടുംബത്തിലും അങ്ങനെയാണ്. കുടുംബത്തിലും ഈ പങ്കാളികൾ കൂടുതലല്ലേ, വസ്തു ഒക്കെ വിൽപ്പന വരുമ്പോൾ, ഭാഗോടമ്പടിയൊക്കെ വരുമ്പോൾ ആൾ കൂടുതലാണെങ്കിൽ കുറേ പേർക്ക് എപ്പോഴായാലും അപ്പനെ തല്ലിക്കൊല്ലാനുള്ള വൈരാഗ്യം മക്കൾ കാണിക്കണം കണ്ടുകൊണ്ട് ഞാൻ അപ്പനാണെന്നുള്ള മറന്നു പോരും. പക്ഷേ പങ്കിട്ട് വന്നപ്പോൾ ചിലർക്ക് ചില സ്ഥലം കിട്ടി, സ്ഥലത്തിന് കൂടുതലുണ്ടെങ്കിലും അവന് വരുമാനമൊന്നുമില്ല. വരുമാനമുള്ളവർക്ക് സ്ഥലം ചെറുതാണ്. അങ്ങനെ പല പല കോമ്പൻസേഷൻ വെച്ചാണ് അച്ഛൻ ചെയ്തിരിക്കാൻ അപ്പൻ ചെയ്യണതെങ്കിലും കുറേ പരാതികളുണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊരു വിഷയം ജീവിതത്തിലുണ്ട്. അനുദിനമുള്ള സഹായ വിതരണത്തിൽ ഗ്രീക്കുകാരുടെ വിധവകളാണ്, അവർ ന്യൂനപക്ഷമാണെന്ന് തോന്നുന്നത്. ഹെബ്രായർക്കെതിരെ പരാതി പറഞ്ഞെന്ന് വെച്ച് കഴിയുമ്പോൾ ഹെബ്രായറാണ് അവിടെ മേൽക്കൈ നേടിയിരിക്കുന്നത്. പക്ഷേ ഗ്രീക്കുകാരെന്ന് ചുമ്മാ ഗ്രീക്കുകാർ വിജാതിരല്ലേ, അവർ യഹൂദ പാരമ്പര്യമുള്ള ആൾക്കാരാണ്. ഗ്രീക്ക് ഭാഷ സംസാരിക്കണമെന്നേ ഉള്ളൂ, യഹൂദ പാരമ്പര്യമുള്ള ആൾക്കാരാണ്. അതായത് ഹെലനിസ്റ്റിക് എന്നൊക്കെ ബൈബിൾ പറയും. അപ്പോൾ ഇവരെല്ലാം ബ്ലഡ് ഒന്ന് തന്നെയാണ്. പക്ഷെ ആ രാജ്യത്തിൽ നിന്ന് വന്ന കാരണം അവരോട് ഹെബ്രായർ അനീതി കാണിച്ചു. അപ്പം അങ്ങനെയാണ് പിന്നെ പത്രോസ് പറയണത്, ഞങ്ങൾ ഭക്ഷണ മേശ വന്ന് അതിനു വേണ്ടി തലയിടാൻ ഞങ്ങൾക്ക് നേരമില്ല,
ഞങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള അഭിഷേകമല്ല, ഞങ്ങൾക്ക് കർത്താവിൻ്റെ വചനം പങ്കുവെക്കാനുള്ള അഭിഷേകമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ട് കൃപയുള്ളവരുടെ മേൽ ഞങ്ങൾ കൈവെക്കാം. അങ്ങനെ ഡയക്കണേറ്റ് ഉണ്ടാകണത് ഡീക്കൻ. പിന്നീട് കുറേ കാലത്ത് സഭയിൽ ഡീക്കന്മാരില്ലായിരുന്നു. പിന്നെ വന്നപ്പോൾ ആ ആദ്യത്തെ ഡീക്കന്മാരല്ല വന്നത്, ലിറ്റർജിക്കൽ ഡീക്കന്മാരാണ് വന്നത്. അപ്പം സഭയുടെ ഹിസ്റ്ററിയിൽ ആദ്യം ഉണ്ടായിരുന്നത് സഭയുടെ സാമൂഹ്യ നീതി സംരക്ഷിക്കുന്ന ആൾക്കാരായിരുന്നു അവർ. അപ്പോൾ അത് പ്രോസസ് ഓഫ് ടൈമിൽ അങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു സമൂഹം മുന്നോട്ട് പോകുമ്പോൾ ചിലയിടത്ത് ആൾ കൂടിയും കുറച്ച് ആൾ കുറഞ്ഞും, ചിലയിടത്ത് ഉച്ചനീചത്വം കുറച്ച് അവഗണനയും ഒക്കെ സംഭവിക്കുമ്പോൾ അനീതി ഉണ്ടാകും. അനീതി ഉണ്ടാകുമ്പോൾ ചില ആൾക്കാരെ സഹിക്കും, ചില ആൾക്കാർ ഫൈറ്റ് ചെയ്യും അതിനെതിരെ. പക്ഷേ സുവിശേഷത്തിനൊരു നിലപാടിൽ, സുവിശേഷ നിലപാട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സഹിക്കാനുള്ള കൃപ, അവന് വേണ്ടി സഹിക്കാൻ വേണ്ടി കൂടിയാണ്. ഇപ്പോൾ 1:29 ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമായിട്ടേ വിശ്വാസം ഒരു സാങ്കേതിക അർത്ഥത്തിൽ മാത്രമല്ല, വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം, സഹിക്കാൻ വേണ്ടിയുള്ള അനുഗ്രഹം, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ആ വിശ്വാസം മാത്രമല്ല, പിന്നെ എന്താ ഉള്ളത്? അതിൻ്റെ സെക്കൻഡ് ഗ്രേഡിൽ അവന് വേണ്ടി സഹിക്കാൻ വേണ്ടി കൂടിയുള്ള കൃപ കിട്ടിയാൽ മാത്രമേ, അതിൻ്റെ അക്സസറി അതാണേ, അവന് വേണ്ടി സഹിക്കാൻ വേണ്ടി കൂടിയുള്ള കൃപ കിട്ടിയാൽ മാത്രമേ ക്രിസ്തു നിലനിന്ന് പോരത്തുള്ളൂ നമ്മളിൽ. അല്ലെങ്കിൽ ക്രിസ്തു ആവിയായി പോകും. പക്ഷേ അതായത് ക്രിസ്തുവിനെ നമ്മൾ നിലനിർത്തുക എന്ന് പറയുമ്പോൾ സഹനത്തിൻ്റെ ഒരു കണ്ടൻറ്റ്, ക്രിസ്തുവിൻ്റെ കൃപ കൾച്ചർ ചെയ്ത് വരണത് ആ സഹനത്തിൻ്റെ ഒരു കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ക്രിസ്തു നമ്മളിൽ വളർന്നു വരണത്, നഴ്സറി ചെയ്ത് വരണത്. അതുകൊണ്ട് പൗലോസപ്പോസ്തലൻ ചോദിക്കുകയും പറ്റാൻ കഴിവുണ്ടെങ്കിൽ സഹിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയും പൗലോസപ്പോസ്തലൻ. അതാണ് ആദിമസഭയുടെ നിലപാടതാണ്. അപ്പോൾ അതറിയണമെങ്കിലേ 1:6-7 എടുത്തേ. നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. എന്തുകൊണ്ട് ദ്രോഹം, അനീതി നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? വഞ്ചന സഹിച്ചുകൂടാ. അപ്പം സഹിക്കാൻ കൃപയുണ്ടവനുണ്ടെങ്കിൽ യുദ്ധത്തിന് പോകണ്ടെന്നുള്ള അർത്ഥമാണ് എൻ്റെ ഉള്ളത്. അത് ഓരോരുത്തരുടെ കൃപയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ല, അനീതി മസ്റ്റായിട്ടുണ്ടാകും. ഒരു സമൂഹം പ്രക്രിയ ചെയ്ത് വരുമ്പോൾ ആരെങ്കിലും കുറേ ആൾക്കാർ അതിൻ്റെ അനീതി അനുഭവിക്കും. ചിലർ അതിനെതിരെ ഫൈറ്റ് ചെയ്യും. ചില ആൾക്കാർ ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ പോരായ്മ ആയിട്ട് ഞാൻ എൻ്റെ ശരീരത്തിൽ സംഭവിച്ച അതിൻ്റെ കൃപയാക്കി മാറ്റും. കൊളോസോസ് 1:24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഒരു മനുഷ്യൻ എന്ന നിലയിലെ എന്തെങ്കിലും കുറവ് കർത്താവിൻ്റെ പീഡകൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ ശരീരം എന്ന രീതിയിൽ സഭയോട് ചേർന്ന് നമ്മളത് സഹിക്കുന്നു. അപ്പോൾ അതൊരു കൃപയാണ്. അതിന് ചിലർക്ക് അതിനുള്ള കഴിവുണ്ട്. കൃപയിൽ ക്രിസ്തു ഈ കൾച്ചറിങ്ങിലാണ് ക്രിസ്തു വളർന്നു വരണത് നമ്മളിൽ. അപ്പോൾ ക്രിസ്തു വളർന്നു വരണമെന്നുള്ളതിന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സഹനം അതിൻ്റെ വളവും വെള്ളവുമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് എന്ന് സൂചനയാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത രീതിയിൽ നിങ്ങൾ പൊട്ടിത്തെറിക്കുകയോ അതെല്ലാം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഉള്ള ഒരു മാർഗമായി സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ അതിനുള്ള സാധ്യത തേടുകയും ക്രിസ്തുവിൽ വളരുകയും ചെയ്യാൻ നിങ്ങളുടെ സഹന സാഹചര്യം പ്രയോജനപ്പെടുത്തണമെന്നാണ് ഈ സുവിശേഷത്തിൻ്റെ ഒരു ചൈതന്യം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് ഞാൻ പരിശുദ്ധ അമ്മ കൃപാസന മാതാവിനും ഈശോപ്പനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് അമ്പിളി, ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. എൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമായി ഞാൻ ഉടമ്പടി 2024 ജൂൺ മാസം 9-ാം തീയതി ഉടമ്പടി എടുത്തിരുന്നു. എൻ്റെ കാലിൽ സെല്ലുലോസ് എന്ന് പറഞ്ഞ ഒരു രോഗത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, മാതാവിനെ സമർപ്പിക്കുന്നത്. എൻ്റെ കാല്
ഡിസംബർ 7-ാം തീയതി അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം ഞാൻ അമ്മയിൽ വന്ന് കണ്ടു. തിരിച്ചു വീട്ടിൽ പോകുന്ന സമയത്താണ് അമ്മ എൻ്റെ രോഗം എനിക്ക് വെളിപ്പെടുത്തി തന്നത്. എൻ്റെ കാലിൽ സെല്ലുലോസ് എന്ന് പറഞ്ഞൊരു രോഗം ബാധിച്ചതിന് ശേഷം രോഗം ബാധിച്ച് ഞാൻ സോഡിയവും പൊട്ടാസ്യവും കുറഞ്ഞ് കൊല്ലം NS ഹോസ്പിറ്റലിൽ ICUയിലായിരുന്നു. ഓർമ്മയില്ല. മൂന്നാം ദിവസം രാത്രി 2 മണിക്കാണ് എനിക്ക് ഓർമ്മ തെളിയുന്നത്. അവിടെ നിന്ന് മോള് ജോലി ചെയ്യുന്ന ചെത്തിപ്പുഴ സെൻറ് തോമസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയും അവിടെയാണ് എൻ്റെ രോഗം സെല്ലുലോസ് എന്ന് പറയുന്ന രോഗം ബാധിച്ചത് അമ്മ മാതാവ് വഴി അറിയാൻ സാധിച്ചതും. അവിടെ നിന്നും രോഗം ഡിസ്ചാർജായി നേരെ അമ്മ മാതാവിൻ്റെ ഈ സന്നിധിയിൽ വന്ന് ഞങ്ങൾ അമ്മയോട് സാക്ഷ്യം പറഞ്ഞിട്ടുമാണ് തിരിച്ച് വീട്ടിൽ പോന്നത്. ബില്ല് അന്നേ ദിവസം ഞങ്ങൾക്ക് 2 ലക്ഷത്തി പുറത്ത് ബില്ലായിരുന്നു. അപ്പോഴമ്മ മാതാവ് ഇടപെട്ട് ഹോസ്പിറ്റലിൽ ബില്ല് കുറവ് തരികയും അവിടെ നിന്ന് ഡിസ്ചാർജായി ഇവിടെ വരുമ്പോൾ ഞാൻ വീൽ ചെയറിലാണ് വരുന്നത്. ഇവിടെ വന്ന് വീൽ ചെയറിൽ വന്ന് അമ്മയെ വന്ന് കണ്ട് തിരിച്ചു പോയി. പിന്നെ അന്നേ ദിവസം അച്ഛനെ കാണാൻ പറ്റിയില്ല. തിരിച്ചു പോയി ഞാൻ ജനുവരി 10-ാം തീയതിയിൽ വന്നതും വീൽ ചെയറിൽ തന്നെയാണ്. എനിക്ക് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. അവിടം വരെ വീൽ ചെയറിൽ വണ്ടിയിൽ വന്ന് അവിടുന്ന് നേരെ എനിക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ 3-4 പേരുടെ സാന്നിധ്യത്തിലാണ് നടക്കാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോഴിവിടെ ഫോട്ടോഗ്രാഫർ പയ്യനുണ്ടായിരുന്നു. അച്ഛൻ അന്നേരം ഇവിടെ നിന്ന് സാക്ഷ്യം ഒരുപാട് പേരുടെ ഇത് പറയുമായിരുന്നു. അപ്പോഴെന്നെ അവിടെ നിന്നും കൊണ്ട് അച്ഛൻ തന്നെ ഫോട്ടോഗ്രാഫറും ആ പയ്യനോട് പറഞ്ഞ് എന്നെ പിടിച്ചകത്ത് അച്ഛൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അച്ഛൻ്റെ സേത്ത് തൈലം പൂശി ഞാൻ തിരികെ വീട്ടിൽ ചെന്ന് അന്നേ ദിവസം തന്നെ ഞാൻ നടക്കാൻ പറ്റാത്ത ഞാൻ ബാത്റൂമിൽ പോലും എനിക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു. ഇവിടുന്ന് അച്ഛൻ്റെ സേത്ത് തൈലം പൂശി ഞാൻ വണ്ടി കയറിയപ്പോൾ മാത്രം വണ്ടി കയറിയതേ ഉള്ളൂ എൻ്റെ കാലിൻ്റെ നീര് വറ്റുകയും ഞാൻ വീട്ടിൽ ചെന്ന് സ്വന്തമായിട്ട് വാക്കറെ പിടിച്ചുകൊണ്ട് ബാത്റൂമിൽ പോകുന്ന ഞാൻ വാക്കർ ഉപയോഗിക്കാതെ ബാത്റൂമിൽ പോകുകയും സ്വന്തമായിട്ട് കുളിക്കുകയും എൻ്റെ തുണികൾ കഴുകുകയും വീട്ടിലെ പാത്രങ്ങൾ കഴുകുകയും പിറ്റേന്ന് മുതൽ ഞാൻ എല്ലാം ദൈവമാതാവിൻ്റെ അനുഗ്രഹത്താൽ ഈശോപ്പൻ്റെ അനുഗ്രഹത്താൽ ഞാൻ എല്ലാം ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ചെയ്യാൻ തുടങ്ങി. ഡോക്ടർ 6 മാസം വരെയും കാല് 2 തലങ്ങണിയുടെ മുകളിൽ വെച്ച് വേണം കിടക്കാനെന്ന് പറഞ്ഞാൽ ഞാനിപ്പം 2 തലങ്ങണി ഒഴിവാക്കി ഞാൻ സാധാ കട്ടിലിൽ മാത്രം കാല് വെച്ച് കിടക്കുകയാണ്. അത് മാതാവിൻ്റെ കൃപയാണ്. ഇത്രയും ദൈവമാതാവ് എനിക്ക് തന്നതിൽ കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. അത് കണക്ക് തന്നെ 3 ലക്ഷം ഞാൻ 2017 മുതൽ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് സ്വന്തമായൊരു ഭവനമില്ലെന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്ന അമ്മ മാതാവിൻ്റെ മുമ്പിൽ കരയുകയും അടിക്കുകയും എന്നും വന്ന് പറയും വാടകത്തിനെ പറക്കിക്കെട്ടി നടക്കാൻ വയ്യ മാതാവേ, എനിക്ക് ആരെങ്കിലും വഴി എന്നെ ഒന്ന് സഹായിക്കണേ മാതാവേ എന്ന് അമ്മയുടെ അടുത്ത് കരയുമായിരുന്നു. ഡെയിലി വാടക കൊടുത്ത് ആദ്യം 7,000 രൂപ, പിന്നെ 8,000 രൂപ, 9,000 രൂപ, 10,000, 13,000 രൂപയിലാണ് ഇപ്പം ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പോഴെല്ലാം ഞാൻ വന്ന് മാതാവിൻ്റെ അടുത്ത് പറയാം, അമ്മ മാതാവ് ഈ 13,000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് വാടക ഒഴിവാക്കി തന്ന് അമ്മ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് ഞാൻ എന്നും എല്ലാ ബുധനാഴ്ചയും മാതാവിൻ്റെ മുമ്പിൽ വരും. വന്ന് ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ഞാൻ പോകാൻ നേരം രാത്രി 9 മണിയാവും ഇവിടുന്ന് പോകുമ്പം. അത് എൻ്റെ മോളുടെ വിവാഹം ഓഗസ്റ്റ് 17 ചിങ്ങം 1-നുമാണ്. ഞാൻ അമ്മയെ ലെറ്റർ അടിച്ചിട്ട് മാതാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വിളിച്ചിട്ടാണ് പോകുന്നത്. അമ്മ മാതാവ് എല്ലാ കാര്യത്തിനും വേറെ ആരുടെ ആശ്രയമില്ല, ഞാനും എൻ്റെ മോളും മാത്രമേ ഉള്ളൂ. മാതാവും ഈശോയും കൂടുണ്ട്. മാതാവ് ഈശോയും കൂടെ നിന്ന് കാനായിൽ കല്യാണവേളയിൽ അത്ഭുതം പ്രവർത്തിച്ച അമ്മ മാതാവ് ഈശോയും പ്രവർത്തിക്കുമെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ നട ഇറങ്ങുന്നത്. കൊടാനുകോടി നന്ദി. എൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനാണ്. എനിക്ക് 2022 ഡിസംബർ 15 ഹിപ്പ് റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞൊരു സർജറി നടന്നായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 3 മാസത്തോളം ഞാൻ ബെഡ് റെസ്റ്റിലായിരുന്നു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മുട്ടുകുത്താനോ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇരിക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ അമ്മ പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞതിന് ശേഷം ഞാൻ 2025 ജൂൺ 11 വന്നിട്ടാണ് അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുക്കുകയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ തൈലം തേച്ച് ദിവസവും ഞാൻ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലുമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 1 വീക്കിനുള്ളിൽ എനിക്ക് കാല് മുട്ടുകുത്താനും താഴ്ന്ന പ്രദേശത്ത് ഇരിക്കുവാനും മാതാവിൻ്റെ കൃപയാൽ എനിക്ക് സാധിച്ചു. അതിന് മാതാവിനും തിരുകുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. അതിനുശേഷം എനിക്ക് 20 വർഷമായിട്ട് മൈഗ്രെയിൻ എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് ലോങ് യാത്ര ചെയ്യാനോ അതുപോലെ തന്നെ KSRTC ബസ്സുകളിലൊന്നും തന്നെ യാത്ര ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തലവേദനയും അതുപോലെ തന്നെ ഛർദിലും ഭയങ്കര കടുത്ത വേദനയായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് മാതാവിൻ്റെ സന്നിധിയിൽ വന്ന സമയത്ത്
ഞാൻ KSRTC ബസ്സിലാണ് വന്നത്. പക്ഷെ പ്രാർത്ഥിച്ച് തിരിച്ച് ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് ഒരു തലവേദനയോ ഒരു ഛർദിലോ ഒരു ക്ഷീണോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഉടമ്പടി എടുത്ത് ഞാൻ 1 മാസം കഴിഞ്ഞ ശേഷം 3 മാസം കഴിഞ്ഞ ശേഷമാണ് ജപമാല റാലി ഉണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ അമ്മ മാതാവിൻ്റെ ജപമാല റാലിയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ എനിക്ക് അത്രയും ലോങ് നടക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മാതാവിൻ്റെ കൃപ കാരണം എനിക്ക് അത്രയും ലോങ് നടക്കാനും പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകാനും സാധിച്ചായിരുന്നു. അതിന് മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഒരുപാട് സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ അഡ്മിറ്റായ സമയത്ത് എൻ്റെ കയ്യിൽ 1 രൂപ പോലും എടുക്കാനുണ്ടായിരുന്നില്ലായിരുന്നു. അപ്പോൾ ആദ്യ ദിവസം ഹോസ്പിറ്റലിൽ ഒരു 5000 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞായിരുന്നു. ആ സമയത്ത് എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലായിരുന്നു. മാതാവിൻ്റെ കാശ് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ കാശ് രൂപം വെച്ചിട്ട് ഞാൻ ബില്ല് കൗണ്ടറിൽ ചെന്നിട്ട് നാളെ അടയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അപ്പോഴത്തേക്കിനും ആരാണെന്നറിയില്ല, മാതാവിൻ്റെ കൃപയാലും ഈശോയുടെ ഇടപെടലിനാലും ഞങ്ങൾക്ക് 5000 രൂപ അവിടെ ഡിപ്പോസിറ്റ് ആരോ അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിസ്ചാർജ് സമയത്ത് ഞങ്ങളുടെ അവിടുത്തെ ഡയറക്ടർ അച്ഛൻ എനിക്ക് 15000 രൂപയോളം ഡിസ്കൗണ്ട് ചെയ്ത് തരികയും ബില്ല് അത്ര അടയ്ക്കേണ്ടെന്ന് പറഞ്ഞ് ബാക്കി എൻ്റെ സാലറിയിൽ നിന്ന് അടയ്ക്കാൻ പറയുന്ന രീതിയിലും ആക്കി തന്നു. അത് മാതാവിൻ്റെ കൃപയും മാതാവിൻ്റെ ഇടപെടലും കൊണ്ട് മാത്രമാണ് നടന്നത്. അതിന് ഈശോയ്ക്ക് അമ്മയ്ക്ക് 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ ജീവിതത്തിൽ 1000 കാര്യങ്ങളിലും ഒരുപാട് സങ്കടങ്ങൾ വരുമ്പോഴെല്ലാം മാതാവ് ഒരുപാട് അടയാളങ്ങളായാലും മാതാവ് കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിനും നന്ദി പറയുന്നു ഞാൻ. പിന്നെ ഞാൻ 8 വർഷമായി ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ കോൺട്രാക്റ്റ് ഓരോ വർഷം കൂടുമ്പോൾ ന്യൂട്രീഷൻ അസിസ്റ്റൻ്റ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഓരോ വർഷം കോൺട്രാക്റ്റ് ബേസിലാണ് വരുന്നത്. അപ്പോൾ അത്രയും വർഷം എന്നെ സ്റ്റാഫായി എടുത്തവർ പിറ്റേ വർഷം ആയപ്പോഴത്തേക്കിനും എന്നെ ട്രെയിനി ആയിട്ടാണ് മാറ്റിയത്. അപ്പോൾ പഴയ കോൺട്രാക്റ്റ് പേപ്പർ നൽകിയാൽ മാത്രമേ ആ ട്രെയിനിൽ നിന്നുള്ള മാറ്റി സ്റ്റാഫാക്കി തരുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴും ഞാൻ മാതാവിൻ്റെ തൈലമൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയും വിശ്വാസപ്രമാണം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചെല്ലിയതിൻ്റെ ഫലമായിട്ട് ആ മിസ്സായ കോൺട്രാക്റ്റ് പേപ്പർ എനിക്ക് തിരിച്ച് കിട്ടുകയും അത് സബ്മിറ്റ് ചെയ്ത് ട്രെയിനിൽ നിന്നുള്ളത് ഞാൻ സ്റ്റാഫാക്കി എടുക്കുകയും ചെയ്തു. അതും മാതാവിൻ്റെ ഇടപെടലുകൊണ്ട് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ കല്യാണം നടന്നത്. കല്യാണം ഓഗസ്റ്റ് 17-ാം തീയതിയാണ്. അതും മാതാവിൻ്റെ ഈശോയുടെ ഇടപെടൽ കൊണ്ടാണ്. ഒരുപാട് കാര്യങ്ങളിൽ മാതാവിൻ്റെ ഈശോയുടെ ഇടപെടലുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് ഞാൻ 1000 നന്ദി പറയുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ അൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാനുള്ള കൃപ തന്നതിനും മാതാവിനും ഈശോയ്ക്ക് നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും വന്ന് മാതാവിൻ്റെ പത്രം മടക്കി കൊടുക്കുകയും അതുപോലെ തന്നെ പത്രങ്ങൾ മേടിച്ച് മറ്റുള്ളവരിലേക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുക്കുകയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടേ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളത് എൻ്റെ ജീവിത അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലാക്കി തന്നതാണ്. അത് കാരണം എല്ലാവരിലേക്കും ഞാൻ അത് പറഞ്ഞാണ് പത്രങ്ങൾ കൊടുക്കുന്നത്. എൻ്റെ അമ്മയുടെ വയ്യായിക വന്നപ്പോഴും ഈശോയും മാതാവുമാണ് എനിക്ക് ധൈര്യം തന്ന് മുന്നോട്ട് നിർത്തിയതെല്ലാം തന്നെ. എനിക്ക് അച്ഛനില്ലാതാണ് ഞാൻ വളർന്നത്. ഈശോയാണ് എൻ്റെ അച്ഛനായിട്ട് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് ആശുപത്രിയിൽ ഞാൻ ആഹാരം മേടിച്ച് കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. വലിയ സാമ്പത്തികം ഇല്ലെങ്കിലും ഉള്ളതുപോലെ ഞാൻ മറ്റുള്ളവരെ സഹായിക്കും. പിന്നെ എൻ്റെ ഒരു സുഹൃത്തിന് ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ വന്ന സമയത്ത് അവന് ഒരു ജോലി ഇൻ്റർവ്യൂ കിട്ടിയതാണ്. പക്ഷേ അവിടുന്ന് ലാംഗ്വേജ് ഇല്ലാത്ത കാരണം റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് അവന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞ് ഞാൻ അവന് ലിങ്ക് അയച്ചു കൊടുക്കുകയും അവൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് റിജക്റ്റ് ചെയ്ത കമ്പനിയിൽ നിന്ന് തന്നെ അവന് 7 ദിവസത്തിനുള്ളിൽ തിരിച്ച് വിളിച്ച് അവൻ ആ ജോലി കൺഫേം ആക്കുകയും മെയ് 7 എന്നുള്ള ഡേറ്റാണ് അവന് ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് കൊടുത്തത്. അത് മാതാവ് കൊടുത്തതാണ് അവൻ ആ ജോലി. അതുപോലെ തന്നെ എൻ്റെ ഒരു ജോലി ചെയ്യുന്ന ചേച്ചിയുടെ മോള് ജർമ്മൻ ലാംഗ്വേജിൻ്റെ എക്സാം എഴുതി കുറേ പ്രാവശ്യം ആ കുട്ടി ഫെയിലായിപ്പോയി. മാതാവിൻ്റെ പത്രം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ കൊച്ച് B2 എക്സാം പാസ്സായി. അങ്ങനെ ഒരുപാട് കൃപകളും അനുഗ്രഹങ്ങളും മാതാവും ഈശോയും നൽകിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അതിന് 1000 നന്ദി പറയുന്നു. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും 5:30 കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും. എല്ലാ ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി ദാനം മുടങ്ങാതെ കേൾക്കുകയും അത് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ സന്ധ്യാപ്രാർത്ഥന കൊന്ത ചൊല്ലും. ഞാനൊരു ഹിന്ദുവാണ്, എന്നാലും ഞാൻ എല്ലാ ദിവസവും കൊന്ത ചൊല്ലുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്ന ദിവസങ്ങളെല്ലാം വിശുദ്ധ കുർബാന പങ്കെടുക്കും. അതും ദൈവകൃപയാണ്, ഈശോയുടെ കൃപ കൊണ്ടുകൊണ്ട് മാത്രമാണ് എനിക്കത് ചെയ്യാൻ സാധിച്ചത്. പിന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരു നൊവേനയും ഒരു ആരാധനയും ഞാൻ കൂടാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എനിക്ക് ദേഷ്യം വരുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് മാറ്റി ശാന്തിയും സമാധാനവും നൽകി മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ളൊരു മനസ്സും ഈശോയും അമ്മ മാതാവാണ് തന്നത്. അത് ഉടമ്പടി ജീവിതത്തിലൂടെയാണ് എനിക്ക് നൽകിയത്. അതിനും ഞാൻ മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. ബൈബിൾ വായിക്കാറുണ്ട്. മറ്റുള്ളവരിലേക്ക് ബൈബിൾ വചനങ്ങളും ഷെയർ ചെയ്യാറുണ്ട് ഗ്രൂപ്പുകളിൽ. സാക്ഷ്യങ്ങളും കേൾക്കാറുണ്ട്. പത്രങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് വായിച്ചിട്ടുള്ളത്. സാക്ഷ്യങ്ങളും കേൾക്കാറുണ്ട്.
ഇന്ന് ഈ ദിവസം വരെയും എൻ്റെ ജീവിതത്തിൽ എല്ലാം തന്ന ദൈവമാണ്. ആ ഈശോയ്ക്ക് അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം നന്നായിട്ട് ചെയ്യുവാനും അമ്മയോട് ഈശോയുടെ ഒപ്പം ആയിരിക്കുവാനും ആഗ്രഹിക്കുന്നു. 1000 നന്ദി പറയുന്നു അമ്മയ്ക്കും ഈശോയ്ക്കും ഇന്നോളം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതിന്. അനുഗ്രഹീതരെന്ന് ജനത നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാക്കുമെന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹീതരാണ്. നമ്മളൊരു പ്രത്യേക ജനതയാണ്. നമ്മൾ അനുഗ്രഹീതരാക്കുന്നത് നമ്മുടെ ഉടമ്പടി ജീവിതമാണ്. ഉടമ്പടിയിൽ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യമാണ് നമുക്ക് ഉറപ്പുള്ളത്. അതുപോലെ തന്നെയാണ് ഹരിജായുടെ മൈഗ്രെയിൻ ഹെഡേക്ക്, അതായത് 10-20 വർഷത്തോളം ഉണ്ടായിരുന്ന ഹെഡേക്കാണ് ഉടമ്പടി വസ്തുക്കളായ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം തേച്ച് വെഞ്ചരിച്ച ഉപ്പ് ഉപയോഗിച്ച് ഈ മകൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചത്. പിന്നീട് ഉടമ്പടിക്ക് മുൻപ് ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് ചെയ്ത മകളാണ്. സർജറിക്ക് ശേഷം നിലത്തിരിക്കാൻ പറ്റില്ല, മുട്ടുകുത്താൻ പറ്റില്ല എന്നൊക്കെയാണ്. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പറ്റുകയുള്ളൂ എന്നാണ് വിശ്വസിച്ചത്. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഈ മകൾക്ക് പരിശുദ്ധ അമ്മയുടെ ആലയത്തിൽ വന്നതിന് ശേഷം നിലത്തിരുന്ന് പ്രാർത്ഥിക്കുവാനും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് സമയം ചെലവഴിക്കുവാൻ സാധിക്കുന്നുണ്ട്. അതും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലും രോഗസൗഖ്യവുമാണ്. അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ നൽകിയ രോഗസൗഖ്യമാണ്. ഈ മകള് ന്യൂട്രീഷൻ അസിസ്റ്റൻ്റ് ആയിട്ട് കോൺട്രാക്റ്റ് ബേസിസിൽ ജോലി ചെയ്തപ്പോൾ ഒരു പെർമനൻ്റ് ആക്കാനായിട്ട് നോക്കിയപ്പോൾ പേപ്പർ കാണുന്നില്ല. എവിടെ വെച്ചോ എന്നറിയുന്നില്ല. 8 വർഷം മുമ്പ് വെച്ച പേപ്പറാണ്. എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടും, എവിടെയാണെന്ന് യാതൊരു അറിവുമില്ല. അങ്ങനെ ഈ മകള് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന ബാഗിൽ ഇന്ന സ്ഥലത്തുണ്ട് എന്ന്. അങ്ങനെ ആ മകള് കാണാതെ പോയ 8 വർഷം മുമ്പ് വെച്ച ആ പേപ്പർ മകൾക്ക് ലഭിക്കുകയും ആ ജോലിക്ക് ഒരു തടസ്സം കൂടാതെ പിന്നീട് റീജോയിൻ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും സാധിച്ചു. ഇവിടെയെല്ലാം നാം കാണുന്നത് ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ, നമ്മളെ സംരക്ഷിക്കുന്ന ഒരു അമ്മയുടെ കരുതലും സ്നേഹവുമാണ്. സത്യസന്ധമായി ഉടമ്പടിയിൽ വിശ്വസ്തയോടെ ഉടമ്പടി നയിക്കുമ്പോൾ ഈശോയും അമ്മയും ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു ഉറവിടത്തിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. ദൈവസാന്നിധ്യം കൂടെയുള്ളപ്പോൾ നമുക്കുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും ഏറ്റെടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങളാണ് നാം കാണുവാൻ സാധിക്കുന്നത്. ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വാസത്തോടെ മുന്നോട്ട് നയിക്കുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതവും ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും സങ്കീർത്തനം 21:6 പറയുന്നത് അവിടുന്ന് അവരെ എന്നേക്കും പൂർണ്ണരാക്കി അങ്ങയുടെ സാന്നിധ്യത്തിൽ സന്തോഷം കൊണ്ട് അവരെ ആനന്ദിപ്പിച്ചു എന്നാണ്. ഉടമ്പടിയിൽ സാമ്പത്തികമായിട്ട് മാത്രമല്ല ആത്മീയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ആനന്ദവും സന്തോഷവും നൽകുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടിയിൽ കൂടി ദൈവസാന്നിധ്യം ജീവിക്കാനുള്ള നിത്യമായ അനുഗ്രഹവും സത്യമായ സന്തോഷവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അമ്പിളിക്കും കുടുംബത്തിനും ലഭിച്ച ഈ പുണ്യഭൂമിയിൽ വന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കാനുള്ള ഒരു ഭാഗ്യം തന്ന അമ്മ മാതാവിന്, ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് ലതാ സുരേഷ് എന്നാണ്. ഇത് എൻ്റെ മോളാണ്. ഇടുക്കി ജില്ലയിലെ കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ വരുന്നത്. ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് ഞാൻ കോട്ടയത്തു നിന്ന് ഇടുക്കിയിലോട്ട് വരുന്ന സമയത്ത് ബസ് കാത്ത് നിൽക്കുമ്പോഴത്തേന് ഒരു സഹോദരി ഓടി വന്ന് ഒരു പത്രം തരികയും ഞാൻ ആ പത്രവുമായിട്ട് വീട്ടിലോട്ട് പോവുകയും ചെയ്ത് അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഇടയ്ക്കെല്ലാം നോക്കുകയും വിളിക്കുകയൊക്കെ ഫോൺ വിളിക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ അന്ന് എനിക്ക് കിട്ടിയില്ല. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികളും മാനസിക സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് റെജിയും റാണിയും ഞങ്ങളോട് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ അവർ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് 2025 ഒക്ടോബർ 7-ാം തീയതി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം വീട്ടിൽ വന്ന് ഞാൻ ഡെയിലി ബ്രെഡ് കൂടാനും ഒക്കെ തുടങ്ങി. അന്ന് തന്നെ ആദ്യമായിട്ട് കൂടിയപ്പോൾ തന്നെ എനിക്കൊരു വലിയ അനുഭവം ഉണ്ടായി. ആരും എൻ്റെ അടുത്ത് കൈയുടെ അവിടെ നിൽക്കുന്ന പോലെ എനിക്കൊരു സ്പർശനം ഉണ്ടാവുകയൊക്കെ ചെയ്ത് അത് ഞാൻ എൻ്റെ വീട്ടിലെ ഭർത്താവിനോടും മക്കളോടും ഒക്കെ ഞാൻ പറയുകയുണ്ടായി. അതിനുശേഷം പിന്നീട് ഞങ്ങൾക്ക് 2018 പ്രളയത്തിൽ ഞങ്ങളുടെ ഒരു വഴി തകർന്നു പോയായിരുന്നു. അന്നേരം അപ്പം നാട്ടിലുള്ള ഒരു 40 വീട്ടുകാർ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും അന്ന്
അധികാരികളെയൊക്കെ കാണുകയും ഈ വഴിക്ക് വേണ്ടി ഞങ്ങൾ ഒത്തിരി സമരങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ട് ഈ വഴിയുടെ കാര്യമൊന്നും ശരിയായില്ല. ഞങ്ങളങ്ങനെ ആൾക്കാരെയൊക്കെ കസേരയിലേക്ക് ഇരുത്തിക്കൊണ്ടാണ് എടുത്തുകൊണ്ടൊക്കെയാണ് ആശുപത്രികളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയായപ്പോൾ അതങ്ങനെ 8 വർഷം നിന്നു. ഈ 2025 ഒക്ടോബർ 7-ാം തീയതിക്ക് ശേഷം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ വീണ്ടും ഒരു ആൾക്കാരോടൊക്കെ പറഞ്ഞ് കമ്മിറ്റി കൂട്, അപ്പോൾ മാതാവ് എന്തെങ്കിലും ഒരു വഴിയൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരും. അങ്ങനെ കമ്മിറ്റി കൂടിയപ്പോൾ ഞാൻ ഈ ഉപ്പൊക്കെ ഭർത്താവിൻ്റെ കൊടുത്തു വിടുകയും ആ വഴി കൊണ്ട് ഇടുകയും കമ്മിറ്റി കൂടുമ്പോഴെല്ലാം ഇത് അവിടെ ഇടുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒരു 2 ആഴ്ചയ്ക്കകം അധികാരികൾ ഇതിൻ്റെ ഞങ്ങൾക്ക് എല്ലാ പേപ്പറുകളെല്ലാം ശരിയാക്കി $1 കോടി അനുവദിക്കുകയും PWD ഈ വഴി ഏറ്റെടുക്കുകയും അങ്ങനെ ഇത് ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. അടുത്ത ആഴ്ച തന്നെ ഉടനെ തന്നെ പണി ഇലക്ഷനൊക്കെ വന്നുകൊണ്ടാണ് നടക്കാതിരുന്നത്. ഉടനെ തന്നെ വഴിപ്പണി നടക്കുമെന്നാണ് കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. അപ്പോൾ അതൊരു നാട്ടുകാർക്കെല്ലാം സന്തോഷമായി. അപ്പം അതിനുശേഷം പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് വന്നിരിക്കുന്നത് എൻ്റെ മോള് BSc നഴ്സിങ്ങിന് 4ാമത്തെ വർഷം പരീക്ഷ എഴുതിയിട്ട് 2-3 തവണ എഴുതിയിട്ട് അവൾക്ക് കിട്ടിയില്ല. അവൾക്ക് എഴുതുമ്പോഴെല്ലാം നല്ലപോലെ പഠിക്കുകയും നല്ല വിജയമൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ അവസാന വർഷമായപ്പം പരീക്ഷ എളുപ്പമാകും, പക്ഷേ അവൾക്കത് കിട്ടിയില്ല. ഉപ്പ് ഞാൻ കൊടുത്തു വിടുകയും അവൾ ഹാൾ ടിക്കറ്റിലൊക്കെ ഉപ്പിട്ടിട്ടാണ് അവൾ എക്സാമിനൊക്കെ പോയത്. അങ്ങനെ അവൾ ആ പരീക്ഷയിൽ പാസ്സാകുകയും ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആവുകയും ചെയ്തു. പിന്നീട് എനിക്ക് ഏറ്റവും വലിയ ഒരു സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് കണ്ണിൻ്റെ റെറ്റിനായിക്ക് ഇതുപോലെ ഒരു വലിയ പ്രശ്നമായിരുന്നു. മെഡിക്കൽ കോളേജിൽ നിന്നും ഒത്തിരി ഭാരത ഹോസ്പിറ്റലിൽ നിന്നും ഒക്കെ ഒരുപാട് ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചപ്പം പറഞ്ഞ് കണ്ണിൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായിട്ടും പോകും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ അതിന് മുമ്പായിട്ട് അമ്മയ്ക്ക് കണ്ണിന് തിമിരത്തിനൊന്നും പ്രശ്നമില്ലായിരുന്നു, ചെറിയൊരിതേ ഉള്ളായിരുന്നു. അപ്പോൾ കണ്ണിന് പ്രഷറും ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്നേരം ഇവിടെയൊക്കെ ചെയ്യുമ്പോഴത്തേന് ഒരുപാട് പൈസ ആവുന്നതുകൊണ്ട് ഞങ്ങൾ അരവിന്ദിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ചെറിയ ആദ്യം ഓപ്പറേഷൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞ് സ്കാൻ ചെയ്തപ്പം പറഞ്ഞ് റെറ്റിനയ്ക്ക് വലിയ പ്രശ്നമുണ്ട്, ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് 4 മാസം പൂർത്തിയാകുമ്പോൾ അടുത്ത ഓപ്പറേഷൻ ചെയ്യണം, ചെയ്തില്ല അമ്മയുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായിട്ടും കുറയുമെന്ന് പറഞ്ഞ്. അപ്പം എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 പെൺപിള്ളേരേ ഉള്ളൂ, ആങ്ങളമാരൊന്നും ഇല്ല. അന്നേരം പോക്ക് വരവെന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കോയമ്പത്തൂർക്ക് പോകുന്നത്. അങ്ങനെ ഞാനും എൻ്റെ സഹോദരിയും കൂടി പല പ്രാവശ്യം അമ്മേനെ അവിടെ കൊണ്ടുപോവുകയും ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ് അത് കഴിഞ്ഞ് വീട്ടിൽ പോയി ശേഷം ഡോക്ടർ പറഞ്ഞ് 4 മാസം ആകുമ്പോഴത്തേന് വീണ്ടും സ്കാൻ ചെയ്യാൻ വരണം, ഉടനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ വീണ്ടും ഞങ്ങൾ പോയി സ്കാൻ ചെയ്യാൻ നേരത്ത് ഈ ഉടമ്പടി തൈലം അമ്മയുടെ നെറ്റിയിൽ ഞാൻ കുരിശ് വരച്ച് സ്കാനിങ്ങിന് കയറ്റിവിട്ടു. അത് കഴിഞ്ഞ് ഇതിൻ്റെ റിപ്പോർട്ട് വന്നപ്പം അമ്മയുടെ കണ്ണിന് യാതൊരു കുഴപ്പവും ഇല്ല, ഇനി ഒരിക്കലും ഓപ്പറേഷൻ ഒരിക്കലും ചെയ്യുകയും വേണ്ട, 68 വയസ്സുള്ള ആൾക്ക് 90% കാഴ്ചയുണ്ട്, ജീവിതത്തിൽ ഇനി കണ്ണാടി പോലും വെക്കണ്ടെന്ന് പറഞ്ഞ്. ഞാൻ അന്ന് ഈശോയോട് കയറുന്നതിന് മുമ്പ് ഈ ഒരു വാക്യം ഞാൻ പറഞ്ഞായിരുന്നു, അന്തന് കാഴ്ച കൊടുത്ത കർത്താവേ നീ എൻ്റെ അമ്മയുടെ ജീവിതകാലം മുഴുവനും അമ്മയ്ക്ക് കാഴ്ച കൊടുക്കണേന്ന് പറഞ്ഞു. ഈശോയ്ക്ക് ഒരുപാട് നന്ദി. പിന്നെ വീണ്ടും എൻ്റെ ഭർത്താവിന് ഒത്തിരി വർക്കുകളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് മക്കളെ 2 പേരെ നേഴ്സിംഗ് പഠിപ്പിക്കുകയാണ്. അന്നേരത്തേന് പൈസ കൊണ്ടൊന്നും തികയുന്നില്ലായിരുന്നു. ഞാൻ വർക്കുകളൊന്നും കിട്ടാതെ വന്നപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞ് ഒരു ദിവസം ഒത്തിരി നേരം ഉപ്പുമൊക്കെ ഭർത്താവിൻ്റെ നെറ്റിയിൽ തൂക്കുകയും മാതാവിനോട് ഞാനിത് പ്രാർത്ഥിച്ചിട്ട് അടുക്കളയിലോട്ട് പോയിട്ട് വന്നു കഴിഞ്ഞ് ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു 4 കുറേ വർക്കുകളെല്ലാം ഇങ്ങനെ വരുക. ഭർത്താവിനെ ഫോൺ വിളിക്കുക ആൾക്കാരിങ്ങനെ വർക്കുകൾക്ക് വേണ്ടിയിട്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും മാതാവ് വരുത്തി തന്നിട്ടില്ല. ഇന്ന് സന്തോഷമായിട്ട് ഞങ്ങൾ പോകുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ നടത്തിയത് ഞാനും ഞങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടി അവരെയും കൂടെ കൂട്ടി ആശ്രമങ്ങളിലെല്ലാം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കി അവർക്കെല്ലാം 10-25 പേർക്ക് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുകയും അതുപോലെ BSc നഴ്സിങ്ങിന് പഠിക്കുന്ന പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് ബുക്കും പേനായും പുസ്തകം ഇതെല്ലാം വാങ്ങിച്ചു കൊടുക്കുകയും സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. പിന്നെ അങ്ങനെ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് അവരുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കാറുണ്ട്, അവർക്ക് സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്. 2019 അവൾ മരിച്ചുപോയി, ക്യാൻസർ വന്ന്. അപ്പോൾ മരിക്കുന്നതിന് 1 മാസം മുമ്പ് എനിക്കൊരു ബൈബിൾ കൊണ്ട് എനിക്ക് തന്നായിരുന്നു. അപ്പോൾ അവളിൽ കൂടി ഞാൻ ഈശോയുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നിനക്ക് എപ്പോൾ ഇത് ആവശ്യം വന്നാലും നീ ഇത് എടുത്ത് നോക്കണം, നിൻ്റെ രാമായണത്തിൻ്റെയൊക്കെ കൂടെ ഇത് വെച്ചോണം എന്ന് പറഞ്ഞ് അവൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്യുകയും എനിക്ക് 2025 ഞാനിത് എടുക്കുകയും തുറന്നു നോക്കുകയും എപ്പോഴും എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം തന്നെ ഞാൻ ഈ ബൈബിൾ വായിക്കുകയും വചനങ്ങൾ പഠിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം ചെയ്യുകയും എടുക്കുകയൊക്കെ ഞാൻ ചെയ്യുന്നത്. ഡെയിലി ബ്രെഡ് ഇന്നേ വരെ ഞാൻ ഈ ഉടമ്പടി ഇത് 3ാമത്തെ തവണയാണ്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഇന്നേ വരെ ഇതൊന്നും ഒന്നും പറ്റിയിട്ടില്ല. അതുപോലെ ഉടമ്പടി ആരാധന കൂടുകയും ഈ ആരാധനയെക്കുറിച്ച് ഞാൻ എൻ്റെ ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുകയും അവരെല്ലാം ആദ്യമൊക്കെ അവർക്ക് ഇതായിരുന്നു. വീണ്ടും എന്നോട് അവർ തന്നെ ഇങ്ങോട്ട് പറയുകയും ഉടമ്പടി ധ്യാനങ്ങളെല്ലാം അയച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം പറയുകയും ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ഇതെല്ലാം ഈ ധ്യാനങ്ങൾ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. ഇപ്പോഴും ഈ ധ്യാനം കൂടുന്നത് എനിക്ക് ഒരുപാട് വലിയ ആശ്വാസമാണ് എനിക്ക് കിട്ടുന്നത്. ഇത്രയും വലിയൊരു ആശ്വാസം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടില്ല. അത്രയ്ക്ക് ഇതാണ് അച്ഛൻ്റെ ഉടമ്പടി ആരാധന. ഞാൻ ഒരിക്കലും കൂടാതിരിക്കുകയില്ല. എന്തെങ്കിലും ഒരു ദിവസം ഒരു ചൊവ്വാഴ്ച ഇങ്ങനെയൊക്കെ കൂടാതെ ആ സമയത്ത് കൂടാതെ വന്നപ്പോൾ ഞാനത് അന്നത്തെ ദിവസം കിടക്കുന്നതിന് മുമ്പ് തന്നെ ഞാനതെല്ലാം കൂടി തീർത്ത്, അല്ലെങ്കിൽ എനിക്കത് ഒരു സമാധാനം കിട്ടത്തില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്ക് 2 പേർക്കും എൻ്റെ ഭർത്താവിനും ഇപ്പം ഇതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നാം വിളിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നിയമാവർത്തനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 7-ാം വചനമാണ്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ നാം ഇന്നൊരു ശ്രേഷ്ഠ ജനതയാണ്. ദൈവം സമീപസ്ഥരായ ഒരു പ്രത്യേക ജനതയാണ് ഉടമ്പടി മക്കൾ. ലതാ സുരേഷ് എന്ന മകളുടെ സാക്ഷ്യത്തിലും ആ ശ്രേഷ്ഠ ജനതകളുടെ ഇടയിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെപ്പറ്റിയാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തിയത്. പ്രളയത്തിൻ്റെ സമയത്ത് തകർന്ന ഒരു വഴിക്ക് വേണ്ടിയിട്ട് 8 വർഷത്തോളം അവർ ഓഫീസ് കയറി ഇറങ്ങി. പക്ഷെങ്കിൽ ഒരു പ്രയോജനവും ഉണ്ടായില്ല. അവസാനം അവർ ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിക്കുകയാണ്. പ്രാർത്ഥിച്ച് നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പിട്ട് ആ വഴിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ആ വഴിക്കുള്ള പ്രോജക്റ്റ് സാങ്ഷൻ ആവുകയും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാനാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിന്നായിരിക്കുന്നത്. പിന്നീട് മകളുടെ BSc നഴ്സിംഗിൻ്റെ പഠനമാണ്. അതും ഒരു നിയോഗമായി സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് BSc കംപ്ലീറ്റ് ആകാൻ സാധിക്കുകയും അമ്മയ്ക്ക് നന്ദി പറയുകയും ചെയ്യുകയാണ്. ഹസ്ബൻഡിന് ജോലിയില്ലാതെ വളരെ ബുദ്ധിമുട്ടുകളുടെ ദിവസങ്ങളായിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഒരു അപ്രത്യക്ഷമായ ഒരു ദിവസം പതിവ് പോലെ, പക്ഷെങ്കിൽ അന്ന് പതിവില്ലാതെ കുരിശ് വരച്ച് ഹസ്ബൻഡിൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു ജോലി നല്ല രീതിയിൽ പോകുവാനായിട്ട്. അന്ന് ആ ദിവസം തന്നെ കുരിശ് വരച്ച് പുറകോട്ട് മാറിയപ്പോൾ തന്നെ ഫോൺ കോൾ വരുവാൻ തുടങ്ങി. ജോലി കാര്യം മുന്നോട്ട് പ്രോഗ്രസ്സായി. അതും അവിടെയും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലാണ്. പിന്നീടുണ്ടായിരുന്നത് സൗഖ്യദാതകനായ ഈശോയുടെ ഒരു ഇടപെടലാണ്. അമ്മയുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി 90% തിരിച്ചു കിട്ടുന്നത്. നമുക്കറിയാം, തകർന്ന മനസ്സിനും ഭാരം നിറഞ്ഞ ഹൃദയത്തിനും ദൈവം ആശ്വാസവും സമാധാനവും നൽകുന്ന ഒരു ഉടമ്പടിയിലൂടെയാണ്. ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുവാനും നിരാലംബയുടെ മുറിവുകൾ കെട്ടാനുമുള്ള ആ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അന്ധന് കാഴ്ച നൽകിയ ആ ദൈവം ഈ മകളുടെ അമ്മയ്ക്ക് പൂർണ്ണ കാഴ്ച നൽകി കൃപാസന അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ അനുഗ്രഹിച്ചെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഈശോയും അമ്മയും കൂടെയുള്ളപ്പോൾ നമ്മുടെ കൂടെ ആ ദൈവ സാന്നിധ്യമാണ്. നമുക്കൊരു ഉറപ്പാണ്, നമുക്ക് ധൈര്യമാണ് നൽകുന്നത്. എന്ത് പ്രതിസന്ധികൾ വന്നാലും തരണം ചെയ്യുവാനും മറ്റുള്ളവരോട് രമ്യതപ്പെടുവാനും കുടുംബത്തിൽ കൂടുതൽ സ്നേഹവും സന്തോഷത്തോടെ മുന്നോട്ട് ജീവിതം നയിക്കുവാനും കുടുംബടിയാണ് ഇവരെ സഹായിച്ചത്. നമ്മുടെ ജീവിതത്തിലും നമുക്കും ഓർക്കാം, വിളിക്കുമ്പോൾ നമുക്ക് സമീപസ്ഥനായ ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നാം ഒരു ശ്രേഷ്ഠ ജനതയാണ് ഉടമ്പടി മക്കൾ. നമ്മുടെ കഷ്ടതയിൽ നമുക്ക് ദൈവത്തെ വിളിക്കാം, വിശ്വാസത്തോടെ ഉടമ്പടി പാലിക്കാം. ഒരുപക്ഷെ രോഗമാവാം,
ഭയങ്ങളാവാം, എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം വിളിക്കുമ്പോൾ അങ്ങ് എനിക്ക് അടുത്തിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടും ലതാ സുരേഷിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ചും മകളുടെ പഠിത്ത കംപ്ലീഷൻ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരിയിൽ എന്നെ ഒരു സാക്ഷിയായി തീർത്തതിന് അമ്മയ്ക്കും തിരുവുമാരനും ആദ്യം തന്നെ നന്ദി പറയുന്നു. എൻ്റെ പേര് ജിഷ. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ കോട്ടയം സെൻറ് തോമസ് മലങ്കര കത്തോലിക്ക ദേവാലയ ഇടവക അംഗമാണ്. എൻ്റെ മോളുടെ പേര് ജസ്റ്റിന. ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത് 13 വർഷമായിട്ട് വെള്ളമില്ലാതെ ഭാരപ്പെട്ട് 5 കിണർ കുഴിച്ചു. 5 കിണറും പാറ മാത്രം അവശേഷിച്ചു. ഒരു കുഴൽക്കിണർ കുത്തി, അവിടെയും 125 അടി താന്നു. അവിടെയും പാറപ്പൊടി അല്ലാതെ എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ മനസ്സ് മടുത്തു. ഞാൻ ഇനിയും കിണർ കുഴിക്കുകയില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന വേളയിൽ എൻ്റെ അടുത്ത് ഞാൻ ഈ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ദിവസവും സ്റ്റാറ്റസ് ഇടാറുണ്ട്. സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എൻ്റെ അടുത്ത വീട്ടിലെ ഒരു മകൾ പറഞ്ഞു, ചേച്ചി എനിക്ക് ഇച്ചിരി ഉപ്പ് തരണം, ഞാൻ ചേച്ചിയുടെ ഡെയിലി ബ്രെഡ് കാണാറുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവൾക്ക് ഉപ്പ് കൊടുത്തു. അവൾ ആദ്യം ഒരു കിണർ വെട്ടി. അവിടെ അത് പാറ തന്നെയാണ്, ആ പ്രദേശം മൊത്തം പാറയാണ്. അവൾ ആ കിണറ്റിൽ ഉപ്പിട്ടു. അവൾ വേറെ കിണർ വെട്ടി. അവൾക്ക് ഒത്തിരി വെള്ളം കിട്ടി. ആ സമയത്ത് ഞാനും ചിന്തിച്ചു, അത്രയും നാളും ഞാൻ ഇനിയും കിണർ വെട്ടില്ല എന്ന് തീരുമാനിച്ചിരുന്ന എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വന്നു, എനിക്കൊരു കിണർ വെട്ടണം എന്ന് കരുതി ഞാൻ മാതാവിനോട് ഇന്ന് പ്രാർത്ഥിച്ച് ആ മകനെ തന്നെ വിളിച്ചു. സ്ഥാനം കണ്ടു. അവൻ പറഞ്ഞു, 15 അടി താഴുമ്പോൾ ഇവിടെയും നിങ്ങൾക്ക് പാറയായിരിക്കും എന്ന് പറഞ്ഞു. ഞാനപ്പോൾ മനസ്സുകൊണ്ട് പറഞ്ഞു, ഞാൻ ഉടമ്പടിയിലാണ്, ഞാൻ ഡെയിലി ബ്രെഡ് കാണുന്നുണ്ട്, അച്ഛൻ്റെ ധ്യാനം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് ഞാൻ അവളുടെ മകനോട് പറഞ്ഞു, എന്തായാലും വെട്ടിക്കോ, നോക്കാമെന്ന് കരുതി. അങ്ങനെ വെട്ടി 15 അടി താന്നു ചെന്നപ്പോൾ അവിടെ ഒരു ഉരുണ്ട കല്ല് കണ്ടു. അത് പക്ഷേ നിസ്സാരമായിരുന്നു. അതിനു മുമ്പായിട്ട് ഞാൻ 5:30 ആകുമ്പോൾ വൃത്തിയായിട്ട് അവിടെ ആ കിണർ കുഴിക്കുന്ന സ്ഥലത്ത് നിന്ന് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണുകയും അവിടുത്തെ വെഞ്ചരിച്ച ഉപ്പ് അവിടെ ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ഒരു ഉരുണ്ട കല്ലായിരുന്നു, അതെടുത്ത് നീക്കാൻ സാധിച്ചു. പിന്നെ 22 അടി താന്നപ്പോൾ ഞങ്ങൾക്ക് സമർത്ഥമായിട്ട് വെള്ളം, ഈ ഫെബ്രുവരിയിലാണ്, നല്ല ഉണക്കിൻ്റെ സമയമായിരുന്നു. ഒരു റിങ് അത്രത്തോളം ഞങ്ങൾക്ക് വെള്ളം കിട്ടി. അമ്മ മാതാവ് തന്ന ഈ അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരുന്നില്ല. അതുപോലെ രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് കുറേ കാലം കൊണ്ട് നിൽക്കാത്ത ബ്ലീഡിങ് ആയിരുന്നു. ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല, അമിതമായ ബ്ലീഡിങ്. അങ്ങനെ 9 ഹീമോഗ്ലോബിൻ ഉണ്ടായിരുന്ന എനിക്ക് 5 ആയിട്ട് അത് മാറി. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഒരു സോണോഗ്രാഫി എടുക്കണം, സോണോഗ്രാഫി എടുത്ത് നോക്കിയാലേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് സോണോഗ്രാഫി എടുക്കുന്നു. സോണോഗ്രാഫി എടുത്തപ്പോൾ യൂട്രസിൻ്റെ അകത്തെ ഒരു മാംസത്തിൻ്റെ ലെയർ ഉണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞു, അത് ബയോപ്സിക്ക് വിടാം, എന്നാൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ്, ഈ ബ്ലീഡിങ് നിൽക്കാത്തത് കൊണ്ട് അത് ബയോപ്സിക്ക് വിടണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് ബയോപ്സിക്ക് വിടുന്നതിന് മുമ്പായിട്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അച്ഛൻ്റെ ധ്യാനം കൂടുകയും അച്ഛൻ നമ്മളോട് പറയുമല്ലോ, നിങ്ങൾക്ക് രോഗമുള്ള സ്ഥലത്ത് കൈവച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറയുകയും ചെയ്യും. അതുമൂലം ഞാൻ എൻ്റെ അടിവയറ്റിൽ കൈവച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ ബയോപ്സിക്ക് വിട്ടു. റിപ്പോർട്ട് വന്നപ്പോൾ അത് യാതൊരു കുഴപ്പവും ഇല്ലെന്ന് അറിയുകയും ചെയ്തു. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. ഒപ്പം തന്നെ എൻ്റെ കക്ഷത്തൊരു മുഴ, ബ്രസ്റ്റിനൊരു മുഴ, അങ്ങനെ എനിക്ക് അസ്വസ്ഥതകൾ കൊണ്ട് പല പ്രാവശ്യങ്ങളും അസ്വസ്ഥതയാണ്. എങ്കിലും എല്ലാം ഈ വെഞ്ചരിച്ച തൈലവും അച്ഛൻ്റെ ധ്യാനത്തിൽ കൂടിയും എനിക്ക് ഒത്തിരി സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. ഈ മഴയാണേലും ഡോക്ടർ പറഞ്ഞു മെമ്മോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. മെമ്മോഗ്രാം ചെയ്തു. അതും അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ പറയും, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് രോഗമുള്ള സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക, അപ്പോൾ നിങ്ങൾക്ക് സൗഖ്യം കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചു. എനിക്കും സൗഖ്യം കിട്ടും, ഞാൻ പൂർണ്ണമായി എനിക്ക് സൗഖ്യപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതും എനിക്ക് മെമ്മോഗ്രാമിൽ നെഗറ്റീവായിട്ട് റിപ്പോർട്ട് വന്നു. ഇത് ഇത്രയുമാണ് എൻ്റെ സാക്ഷ്യം. ഇതിനി എൻ്റെ മോൾക്ക്. എൻ്റെ പേര് ജസ്റ്റീന. ഞാൻ +1 കഴിഞ്ഞു. ഞാൻ അമ്മയാണ് ഉടമ്പടി എടുത്തിട്ടുള്ളത്. അമ്മയുടെ കൂടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ വരികയും പള്ളിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. എൻ്റെ 8ാം ക്ലാസ് മുതലാണ് ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. ഞാൻ 7 വരെ എങ്ങനെ പഠിച്ചോ അങ്ങനെ തന്നെയാണ് 8, 9, 10 ഒക്കെ പഠിച്ചിരുന്നത്. എന്നാൽ 7ാം ക്ലാസ് വരെ എനിക്ക് കിട്ടാത്തൊരു ടോപ്പ് റാങ്ക്, മീൻസ് 2 ഡിവിഷനായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത്
ഞങ്ങളുടെ ഡിവിഷനിൽ പോലും എനിക്കൊരു ടോപ്പ് മാർക്ക് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. എന്നിട്ട് 8, 9, 10 ക്ലാസ്സുകളിൽ ഞാൻ ഉടമ്പടി മീൻസ് അമ്മയോടൊപ്പം വന്ന് ഇവിടെ പ്രാർത്ഥിച്ചു. അതിനുശേഷം എക്സാമിനൊക്കെ പോകുമ്പോഴാണെങ്കിലും ഉടമ്പടി പ്രാർത്ഥന രാവിലത്തെ ഇല്ലേ, പ്രഭാത പ്രാർത്ഥന, അത് പ്രാർത്ഥിച്ചിട്ടാണ് പോയിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ബോർഡ് എക്സാമിന് പോകുമ്പോഴാണെങ്കിലും ഇവിടുത്തെ കാശിരൂപവും പിന്നെ ഉപ്പും ഒക്കെ കൊണ്ടുപോകായിരുന്നു. ഉപ്പ് ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസർ പേപ്പറിലും ഒക്കെ ഇട്ട് വിശ്വാസപൂർവ്വം തന്നെ പ്രാർത്ഥിച്ചായിരുന്നു എക്സാം എഴുതിയിരുന്നതും. ആദ്യമൊക്കെ കയറുമ്പം മീൻസ് ബോർഡ് എക്സാം, ICCയുടെ ബോർഡ് എക്സാമാണ്. ബോർഡ് എക്സാമിന് ആദ്യമൊക്കെ കയറുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പം അറിയാമെന്നൊക്കെ തോന്നും, പക്ഷേങ്കിൽ എഴുതി വരുമ്പോൾ എവിടേക്കോ മറന്നു പോകുന്നൊരു ഫീലായിരുന്നു വന്നിരുന്നത്. പിന്നെ ഒരു വിശ്വാസത്തിൽ അതിങ്ങനെ ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇങ്ങനെ സീനിയേഴ്സൊക്കെ പറയായിരുന്നു സമയം കിട്ടത്തില്ല എന്നൊരു പ്രശ്നം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറയായിരുന്നു സമയമൊന്നും കിട്ടാണ്ട് എനിക്ക് ഫുൾ എക്സാം എഴുതാണ്ടിരിക്കാൻ പറ്റരുത്, എല്ലാം എഴുതി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കൂടി എനിക്ക് സാധിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ICCയുടെ 10th റിസൾട്ട് വന്നു. എനിക്ക് 93% സ്കൂൾ ടോപ്പർ ആകാനും എനിക്ക് സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ മാതാവ് നമുക്ക് മുമ്പേ ചെല്ലുന്നൊരു കാര്യം എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഇപ്പം ആരെങ്കിലും എനിക്കിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെയും അതെല്ലാം മാതാവ് എനിക്ക് കൊണ്ടു തന്നതാണെന്ന് എനിക്കൊരു പൂർണ്ണ ബോധ്യമുണ്ട്. നമ്മുടെ ആവശ്യങ്ങളിൽ ഒരു ആളെന്ന രീതിയിലെങ്കിലും മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അടുത്തറിയുവാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പം കുമ്പസാരിക്കാനായിട്ട് കുറച്ചേറെ വൈകിപ്പോവാണ്, മീൻസ് നീണ്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും മാതാവ് എന്നെ ഓർമ്മിപ്പിക്കും. കാരണം അപ്പോൾ എന്തെങ്കിലും എനിക്ക് കുറേ സങ്കടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ശരിക്കും സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുമ്പം ഞാനിങ്ങനെ എൻ്റെ അടുത്ത് തന്നെ ചോദിക്കും, ഞാൻ എന്തിനാണ് ഇപ്പം എങ്ങനെ വരാൻ ചാൻസ് ഉണ്ടാവാൻ കാരണം എന്താണ് എന്നിങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു മറുപടി ലഭിക്കും, ഞാൻ ഒന്ന് കുമ്പസാരിച്ചിട്ട് എത്ര നാളായി. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പം അത് ശരിയാണ്, കുറേ നാളായി ഞാൻ ചിലപ്പം കുമ്പസാരിച്ചിട്ട്. അപ്പം ഞാൻ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പറ്റുന്ന രീതിയിൽ തന്നെ രാവിലത്തെ വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ പങ്കെടുക്കും. ഞാനും അമ്മയും എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തികളാണ്. അപ്പം രാവിലത്തെ കുർബാനയിൽ പങ്കെടുത്തിട്ട് അതിനടുത്ത ദിവസങ്ങൾ തന്നെ കുമ്പസാരം നടത്തിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായി നടത്തുന്നതെന്ന് പറഞ്ഞാൽ അമ്മ ഇവിടുത്തെ പത്രം കൊണ്ടുവരും. സ്കൂളിലോ അല്ലെങ്കിൽ അറിയാവുന്ന ആർക്കെങ്കിലും കൊടുക്കണമെന്ന് പറയുമ്പോൾ അമ്മയുടെ നിന്ന് വാങ്ങിച്ചിട്ട് അങ്ങനെ കൊടുക്കാറൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ആരാണെങ്കിലും അവർ ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നമാണെങ്കിൽ അല്ലെങ്കിൽ ഇന്നതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്നും എല്ലാം പറഞ്ഞാൽ പോലും പരിശുദ്ധ അമ്മയോടും ഈശോയോടും കയ്യിൽ ഞാൻ സമർപ്പിക്കാറുണ്ട്. സമർപ്പിച്ച് ഇവരോട് പറയും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല, എല്ലാം അവർ സെറ്റ് ആയിക്കോളൂ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. അതിനുശേഷം അത് എന്ത് റിസൾട്ടോ ആയിക്കോട്ടെ, പോസിറ്റീവോ നെഗറ്റീവോ എന്ത് തന്നെ ആയാലും അത് തിരികെ വന്ന് പരിശുദ്ധ അമ്മയോടും ഈശോയോടും തിരിച്ച് പറയുകയും ചെയ്യും. അതിനുശേഷം പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ആണെങ്കിൽ കുറേയധികം നന്ദി പറയുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പണ്ട് മുതലേ എനിക്ക് പരിശുദ്ധ അമ്മയോടൊരു താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കുറേയധികം പരിശുദ്ധ അമ്മയുടെ ഒപ്പമായിരിക്കുവാനൊക്കെ ഞാൻ കുറേയധികം ശ്രമിച്ചിട്ടുണ്ട്. കൃപാസനത്തിൽ വന്നതിന് ശേഷം അത് എനിക്ക് വർദ്ധിപ്പിക്കുവാനാണ് സാധിച്ചത്. കുറേയധികം ജപമാല ചൊല്ലുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്രമാത്രം അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാനിപ്പം +1 കഴിഞ്ഞ് +2 കയറുകയാണ്. മുന്നോട്ട് പഠിക്കാനായിട്ട് ഞാൻ കുറേയധികം കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഞാൻ കിടക്കുന്നു. മുന്നോട്ട് ഹയർ സ്റ്റഡീസൊക്കെ കിടക്കുന്നു. നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങൾ കാണുമല്ലോ, അപ്രകാരം എനിക്ക് ആഗ്രഹങ്ങളുണ്ട്. ഞാൻ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം നടക്കുവാനായിട്ട് ഞാൻ പ്രത്യേകം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ കഴിയുന്നത്ര വേഗത്തിൽ തന്നെ ഉടമ്പടി എടുക്കുമെന്ന് ഞാൻ ഈ അൾത്താരിൽ നിന്നുകൊണ്ട് അറിയിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് നടത്തുന്നത് എൻ്റെ വാഹനം കൊണ്ട് ഞാൻ വഴിയോരങ്ങളിൽ വെച്ചിട്ട് അവിടുന്ന് ഓരോരുത്തർക്കും പത്രം കൊടുക്കും. കാരുണ്യ പ്രവൃത്തി ദേവാലയത്തിൽ നിന്ന് അനാഥാലയങ്ങളിലേക്ക് ആഹാരം കൊണ്ടുപോകാറുണ്ട്. ആ സമയത്ത് ഞാനും ആഹാരം അവർക്ക് പൊതികെട്ടി അവർക്ക് കൊടുത്തുവിടും. പിന്നെ അമ്മയുടെ സാന്നിധ്യം മുല്ലപ്പൂവിൻ്റെ മണത്തിലും ആളിൻ്റെ രൂപത്തിലൊക്കെ എനിക്ക് ഒത്തിരിയും ഇവിടുന്ന് എന്ന് ഉടമ്പടി എടുത്തിട്ട് പോകുന്നോ അന്ന് എനിക്ക് ഇവിടുത്തെ അമ്മയുടെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടാറുണ്ട്. എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. ഇനി പല അനുഗ്രഹങ്ങളും എനിക്ക് ആളില്ലാത്തത് കൊണ്ട് പറയാൻ സാധിക്കാത്തത് കൊണ്ട് പറയുന്നില്ല. ഇത്രത്തോളം അനുഗ്രഹം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 22-ാം തിരുവചനം. അവിടെ നിന്ന് മാറി അകലെ അവർ വേറൊരു കിണർ കുഴിച്ചു. അതിൻ്റെ പേരിൽ വഴക്കുണ്ടായില്ല. അവൻ അതിനെ റഹോബോത്ത് എന്ന് പേരിട്ടു. കാരണം അവൻ പറഞ്ഞു,
കർത്താവ് ഞങ്ങൾക്കിടം തന്നിരിക്കുന്നു, ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസഹാക്ക് പല കിണറുകൾ കുഴിച്ചതിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അങ്ങനെ അവസാനമായി റഹോബോത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കുഴിച്ച് ആ സ്ഥലത്തിന് ആ പേര് തന്നെ ഇട്ടത്. ഇസഹാക്ക് നമ്മെ പഠിപ്പിക്കുന്നത് ഒരിക്കലും നമ്മുടെ പരിശ്രമത്തിൽ നിന്ന് പിന്മാറരുത് എന്നാണ്. ജിഷയുടെയും മകളുടെയും ഈ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അവരൊരിക്കലും ഇനി പിന്നോട്ട് പോവുകയില്ല എന്നാണ്. അവരുടെ വലിയൊരു സങ്കടമായിരുന്നു അവരുടെ സ്ഥലത്ത് വീടിൻ്റെ പറമ്പിലൊരു കിണർ കുഴിക്കുക എന്നുള്ളത്. അസാധ്യതകളുടെ ഒരു കൂമ്പാരമാണ് അവർ കിണർ കുഴിക്കുമ്പോൾ അവർക്ക് മറ്റുള്ളവരെല്ലാം പറഞ്ഞത്. പക്ഷേ അവരുടെ വീടിനടുത്തുള്ള ഒരു സഹോദരി ഇവരുടെ കയ്യിൽ നിന്ന് ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് അവരവരുടെ കാര്യസാധ്യതകൾ നടത്തിയപ്പോഴാണ് ജിഷയ്ക്ക് കത്തിയത്, പരിശുദ്ധ അമ്മയോട് ഞാൻ ഇത്രയധികം ചേർന്നിരിക്കുമ്പോൾ ഞാൻ എന്തിനു ഭയപ്പെടണം? അവിടെ ചെന്നു നിന്ന് ആ കിണർ കുഴിച്ച് വലിയൊരു പാറയുടെ പ്രതിസന്ധി വന്നപ്പോൾ അവിടെ ചെന്ന് നിന്നുകൊണ്ടാണ് അവിടുത്തെ ഡെയിലി ബ്രെഡ് കൂടുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അവിടെ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ അച്ഛൻ്റെ ആശീർവാദം അവിടെ സ്വീകരിച്ച് ഉടമ്പടി ഉപ്പിട്ട് അവൾ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ആ പാറ മാറ്റി കളയുവാനും അവരുടെ വളരെയധികം ജലം ആ കിണറ്റിൽ നിന്ന് അവർക്ക് ലഭിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ജിഷയുടെ സൗഖ്യം ഈശോ തന്നെ അവരെ സൗഖ്യപ്പെടുത്തിയതാണ്. മകളുടെ വലിയൊരു സാക്ഷ്യമാണ്. മകൾ നന്നായി പഠിക്കുന്ന കൊച്ചാണ്. പക്ഷേ എന്തോ അവൾക്ക് ഒരിക്കലും സ്കൂൾ ടോപ്പർ ആവാൻ സാധിച്ചിട്ടില്ല. ഞാൻ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഉടമ്പടി ചെയ്യാം, ഞാൻ 10ാം ക്ലാസ്സിലാണ്, ICSE സിലബസ് വളരെ ടഫാണ്. മകൾ അങ്ങനെ ഒരു പ്രസ്താവന മുന്നോട്ട് വെച്ചു. എപ്പോഴും പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയിട്ടാണ് അവൾ പരീക്ഷ എഴുതിയത്. ഇപ്രാവശ്യത്തെ ഒരു സാധ്യതകളില്ലാത്ത ഒരു പരീക്ഷയിൽ സിലബസ് മാറി വന്നിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ മാറി വന്നിട്ടുമെല്ലാം അവളെ സ്കൂളിലെ ടോപ്പറായി അവളെ ഉയർത്തി എന്നതിൻ്റെ വലിയ സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ഈശോയോടുള്ള അഗാധമായ ബന്ധവും ഈ മകളിവിടെ ഏറ്റുപറയുകയാണ്. ഇനി മുന്നോട്ട് 15 വയസ്സിന് ശേഷമുള്ള അവരുടെ ജീവിതത്തിൽ എനിക്ക് ഈശോ ആണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രഥമ സ്ഥാനം ഞാൻ കൊടുത്തിരിക്കുന്നത്. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടി ആരാധിക്കുക എന്നാണ് ഈശോ പറയുന്നത്. അവിടുന്ന് കൺക്ലൂഡ് ചെയ്യുന്നത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ജിഷ എന്ന മകൾ പറയുന്ന ഒരുപാട് സാധ്യതകൾ, ഒരുപാട് കാരുണ്യപ്രവൃത്തികളെക്കുറിച്ച് ഏറ്റുപറയാനുണ്ട്. അവരെപ്പോഴും കാരുണ്യപ്രവൃത്തികളിലൂടെ ഈശോയെ അന്വേഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സാധ്യതകളെ നമുക്കെപ്പോഴും ഉടമ്പടിയിലൂടെ പ്രവർത്തിക്കാം, ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാം. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ എന്നാണ് ഈശോ പറയുന്നത്. ജിഷയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ബിന്ദു ആർ നായർ. ഞാൻ കൊല്ലം ജില്ലയിലെ പത്തനാപുരം എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ 2025 ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഞാനന്ന് ഉടമ്പടി എടുത്തില്ല. കാരണം ഉടമ്പടി എടുത്ത കുറച്ച് പേരൊക്കെ എന്നോട് പറഞ്ഞു, ഞാനൊരു അധ്യാപികയാണ്, ഗവൺമെൻറ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്, ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം അവിടെ കുറച്ച് പേരൊക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്. അപ്പോൾ ഉടമ്പടിയുടെ നിബന്ധനകളൊന്നും ഒരുപാട് നിബന്ധനകളുണ്ട്, അതൊന്നും കൃത്യമായിട്ട് പാലിക്കാൻ ടീച്ചറിനെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഉടമ്പടി എടുക്കണ്ട, പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാണ് ഞാനിവിടെ പ്രാർത്ഥിക്കാൻ വന്നത്. അപ്പം ഹിന്ദുമത വിശ്വാസിയാണെങ്കിൽ പോലും എനിക്ക് മറ്റു മതങ്ങളോടും ഞാൻ ഒരു സമഭാവന പുലർത്തുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ മാതാവിലും എനിക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു. അപ്പോൾ ഉടമ്പടി ഉപ്പൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ. ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത്, എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ശരിക്കും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. പിന്നെ എൻ്റെ മാമിയാണ്, പുള്ളിക്കാരിക്കുണ്ടായ ഒരു സാക്ഷ്യം ഞാനത് കേട്ടു. അപ്പം അതുപോലെ തന്നെ ഞാൻ സാക്ഷ്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേയും കേൾക്കാറുണ്ട്. അപ്പം എൻ്റെ ജീവിതത്തിലും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് കരുതി ഞാൻ എത്ര ബുദ്ധിമുട്ടിയായാലും ഞാൻ ആ ഉടമ്പടി നിബന്ധനകൾ ഉറച്ചു നിൽക്കുമെന്ന് വിശ്വസിച്ചാണ് എൻ്റെ മാമിയുടെ കൂടെ തന്നെ വന്നാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത്. അന്ന് മുതൽ ഞാൻ അമ്മയുടെ ഉടമ്പടി നിബന്ധനകൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ നന്നായി പാലിച്ച് ഞാൻ ജീവിച്ചു വരികയാണ്.
അപ്പോഴാണ് 2025 ഞാൻ ഓഗസ്റ്റിൽ ഉടമ്പടി എടുത്തു. 2025 സെപ്റ്റംബർ 1 ഇവിടെ ഇരിക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാതിരിക്കാം, വളരെ സുപ്രധാനമായ ഒരു സുപ്രീം കോടതി വിധി വന്നു. അതായത് സർവീസിലുള്ള മുഴുവൻ അധ്യാപകരും കേറ്ററ്റ് എക്സാം 2 വർഷത്തിനകം നിർബന്ധമായി പാസ്സാകണം. ഇല്ലെങ്കിൽ 2027 സെപ്റ്റംബർ 1 നിർബന്ധമായ വിരമിക്കലിന് വിധേയമാകേണ്ടി വരും എന്നുള്ള ഒരു സുപ്രധാന വിധി സർവീസിലുള്ള 2012 ശേഷം സർവീസിൽ കയറിയ എല്ലാ അധ്യാപകർക്കും കേറ്ററ്റ് നിർബന്ധമാണ്. 2010 മുതൽ മുന്നോട്ടുള്ളവർക്ക്, അതിന് മുകളിൽ കയറിയവർക്ക് കേറ്ററ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്, ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് ആവശ്യമില്ല. അപ്പം പെട്ടെന്നുണ്ടായ ഒരു വിധി 10-23 വർഷം സർവീസിൽ നിന്ന എല്ലാ അധ്യാപകരെയും അത് 5 വർഷത്തിന് മുകളിലുള്ള എല്ലാവർക്കും നിർബന്ധിതമാക്കി. ഇപ്പോൾ PhD, സെറ്റ്, നെറ്റ് തുടങ്ങിയ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ള ഒരുപാട് പേര് സർവീസിലുണ്ട്. അതൊന്നും പോരാ, കേറ്ററ്റ് തന്നെ നിർബന്ധമാക്കി. അപ്പം നമ്മളൊക്കെ പഠിച്ചിറങ്ങിയിട്ട് തന്നെ 10-25 വർഷത്തിന് മുകളിലായി. സോഷ്യോളജി അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ തലയിൽ ഒന്നും നിൽക്കുന്നില്ല. എവിടെ ചെന്നാലും കേറ്ററ്റ് ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ്. എല്ലാവരും ആശങ്കയിലായി. കാരണം 2 വർഷം കൂടെ സർവീസുള്ളൂ. നമ്മളൊരു സർവീസിൽ കയറുമ്പോൾ നമുക്കറിയാം, നമ്മളൊരുപാട് പ്രതീക്ഷകളോടാണ് കയറുന്നത്. പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ സർവീസ് അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ അത് എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. OMR പരീക്ഷയാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരുപാട് വലിയ പുസ്തകങ്ങളാണ്. അതൊന്നും നമ്മുടെ തലയിലേക്ക് ഓർമ്മ നിൽക്കുന്ന ഒരു പ്രായമൊക്കെ കഴിഞ്ഞു പോയി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഇങ്ങനെ ഒരു വിധി വന്നപ്പോൾ ഞാൻ ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്, എനിക്ക് വേണ്ടി അമ്മ ഒരുക്കി തന്ന ഒരു വിധിയാണോ ഇങ്ങനെ ഒരു വിധി? കാരണം ഈ വിധിക്ക് അപ്പീൽ പോകാൻ പറ്റില്ല, റിവ്യൂ ഹർജി മാത്രമേ കൊടുക്കാൻ പറ്റൂ. കേരളത്തിലല്ല, ഇന്ത്യയിൽ മുഴുവനുള്ള എല്ലാ സ്റ്റേറ്റിലെ അധ്യാപകരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വിധിയായിരുന്നു ഇത്. അപ്പം ഞാൻ അമ്മയോട് എന്ന് പറഞ്ഞു, അമ്മേ എനിക്ക് വേണ്ടിയാണോ? എനിക്ക് പെട്ടെന്ന് അമ്മയുടെ മുന്നിലെത്തി സാക്ഷ്യം പറയാൻ ഒരു അവസരം തരാം. എനിക്ക് എൻ്റെ മനസ്സിലൂടെ പെട്ടെന്ന് പോയത് അതാണ്. എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനൊരു വിധി പെട്ടെന്ന് വരില്ല. ഇതെങ്ങനെ വന്നു എന്ന് ആർക്കും അറിയുകയില്ല. എല്ലാവർക്കും ഞാൻ കുറേ പുസ്തകങ്ങളൊക്കെ വാങ്ങി വെച്ച് പഠിച്ചു, പക്ഷേ എൻ്റെ തലയിലേക്ക് ഒന്നും നിൽക്കില്ല. എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉള്ള ആളാണ്, അപ്പോൾ എനിക്ക് ഓർക്കക്കുറവും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഈ പുസ്തകം കാണുമ്പം തന്നെ ഞാൻ ഉറങ്ങി. എന്തെങ്കിലും ഒരു സെൻറ്റൻസ് വായിക്കുമ്പം തന്നെ ഞാൻ ഉറങ്ങി ഈ പുസ്തകത്തിൻ്റെ മേളിലേക്ക് ഞാനങ്ങ് വീഴും. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങും. കട്ടിലിൽ പോയി കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല. അപ്പം ഞാൻ സ്കൂളിൽ തന്നെ അധികം ജൂനിയറായിട്ട് കയറിയ അധ്യാപകരുണ്ട്, അവർക്കൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരോടും പറയും, എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു തരണം, ഞങ്ങൾക്ക് പറ്റില്ല. 2 വർഷത്തിനകം 1, 2, 3 എക്സാമേ വരത്തുള്ളൂ, അതെങ്ങനെ പാസ്സാകും? അപ്പം എന്തായാലും 2027 എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോകാം, അതുവരെയുള്ളൂ സർവീസ്, അങ്ങനെയൊക്കെ വിചാരിച്ച്. എന്നിട്ടും അമ്മയോട് ഞാൻ പറയും, അമ്മേ ഞങ്ങൾക്കിതൊന്നും അറിയില്ല, എൻ്റെ തലയിലൊന്നും നിൽക്കുന്നില്ല. സോഷ്യോളജി വായിക്കുമ്പോൾ അപ്പം തന്നെ ഞാൻ മറന്നു പോകും, എനിക്ക് ഒരിക്കലും അത് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ അമ്മയോട് പറയും, അമ്മേ എൻ്റെ പരീക്ഷ അമ്മ നോക്കിക്കോണം, എനിക്കറിയില്ല ഇതൊന്നും, എനിക്കൊന്നും ഓർമ്മ നിൽക്കുന്നില്ല. അപ്പോൾ പരീക്ഷാ ദിവസം വന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ടെൻഷനൊന്നുമില്ല. ഞാൻ ആദ്യത്തെ എക്സാമാണ് ഇത്. സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടിയുള്ള എക്സാം അല്ല, B.Edനും D.Edനും പഠിക്കുന്ന എല്ലാ കുട്ടികളും പൊതുവായി എഴുതുന്ന ഒരു എക്സാമാണ്. ഞങ്ങളെല്ലാം ആദ്യമായിട്ട് എഴുതാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തത്. അപ്പം പരീക്ഷാ ഹാളിലെത്തി, അവിടെ എല്ലാവരും പഠിക്കുകയാണ്. സർവീസിലുള്ളവരാണ് കൂടുതൽ പേരും ഇരുന്ന് പഠിക്കുന്നു. ഞാൻ പക്ഷേ അമ്മയുടെ പത്രവും അമ്മയുടെ ഒപ്പും എല്ലാം, ഉടമ്പടി കാശുരൂപം എല്ലാമായിട്ടാണ് ഞാൻ എക്സാം ഹാളിലേക്ക് പോയത്. അവിടെ ചെന്നു. ഞാൻ അവിടെ നിന്ന അധ്യാപകർക്കൊക്കെ ഞാൻ അമ്മയുടെ പത്രം കൊടുത്തു. ഞാൻ പരീക്ഷാ ഹാളിലേക്ക് കയറി. ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് കയറിയത്. എൻ്റെ പേഴ്സണൽ ഉടമ്പടി കാശുരൂപമുണ്ട്, ബാക്കിയൊന്നും കൊണ്ട് കയറാൻ പറ്റില്ല, പേന ഹാൾ ടിക്കറ്റ് മാത്രമേ പറ്റുള്ളൂ. ഞാനത് വെച്ചു. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. ഞാൻ അവിടെയും ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ എക്സാം എഴുതി. OMR ആണ്. കാറ്റഗറി 1, 2 2 എഴുതി. രാവിലത്തെ എക്സാം എഴുതി, ഉച്ചയ്ക്ക് വീണ്ടും എഴുതി, വൈകുന്നേരം വീട്ടിൽ വന്നു. രാത്രിയിലും പിറ്റേ ദിവസമായിട്ട് കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആൻസർ കീ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കാനൊരു പേടിയാണ്, എന്നാലും കൂടെ കഷ്ടപ്പെട്ട് കാറ്റഗറി 1ൻ്റെ ആൻസർ കീ നോക്കിയപ്പം ഞങ്ങൾ ജനറൽ കാറ്റഗറിയാണ്, 90 മാർക്ക് വേണം ക്വാളിഫിക്കേഷന്. അപ്പം കാറ്റഗറി 1ന് 90 മുകളിലേക്ക് എത്താൻ സാധിച്ചു. എന്നാലും എനിക്ക് സംശയമാണ്, കാരണം ഇത് ശരിക്കും ഒഫീഷ്യൽ ആൻസർ കീ വന്നാൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ടുള്ള ആൻസർ അറിയാൻ പറ്റുള്ളൂ. കാരണം പരീക്ഷാഭവൻ്റെ സൈറ്റിൽ നിന്നുള്ള ആൻസർ കീ വരണം. അത് ഒരു മാസത്തോളം കഴിഞ്ഞാണ് ആ ആൻസർ കീ വരുന്നത്. അപ്പോൾ ഇത് നോക്കിയിട്ട് മാറ്റി വെച്ചു.
അമ്മയോട് മാത്രം എല്ലാ ദിവസവും നിയോഗത്തിലും കേട്ടിട്ട് കിട്ടണേ, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാം. എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ എല്ലാ ദിവസവും ഇതുപോലൊരു സാക്ഷ്യം ഞാനിവിടെ വന്ന് പറയുന്നത് എൻ്റെ മനസ്സിലൂടെ എന്നും ഓടിപ്പോകുമായിരുന്നു. എന്തൊക്കെയാണ്, ഞാൻ ഇവിടെ വന്ന് എല്ലാ മാസവും ഞാൻ വരും, ഉടമ്പടി പുതുക്കാൻ മാത്രമല്ല എല്ലാ മാസവും ഞാൻ വരും. അപ്പം എല്ലാ മാസവും ഞാൻ പത്രം വാങ്ങിക്കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും. അപ്പോഴെല്ലാം ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് എൻ്റെ മനസ്സിൽ ഞാനിവിടെ കയറി സാക്ഷ്യം പറയുന്നത് എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോകും. അങ്ങനെ ഇന്നലെ വൈകുന്നേരം കേറ്ററ്റ് 2-ൻ്റെ ആൻസർ കീ ഞാൻ നോക്കി, ഒരു കാരണവശാലും അടുത്ത് പോലും എത്തുന്നില്ല. അത് ഞാനങ്ങ് വിട്ടു. രണ്ടാമത് സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടിയുള്ള കേറ്ററ്റ് എക്സാം വിളിച്ചു. 1000 രൂപ വെച്ച് 2000 രൂപ വെച്ച് ഞങ്ങളത് രജിസ്റ്റർ ചെയ്തു. ആ എക്സാം ഇപ്പോൾ ജൂൺ 28-ാം തീയതിയാണ് നടക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഒന്നും പഠിക്കുന്നൊന്നുമില്ല, പഠിച്ചാൽ നിൽക്കുന്നില്ല, തലയിൽ നിൽക്കത്തില്ല, സൈക്കോളജിയും സോഷ്യോളജിയും ഒന്നും ഓർമ്മ നിൽക്കത്തില്ല, നോക്കും പക്ഷേ അതങ്ങോട്ട് എത്തത്തില്ല. എനിക്ക് ബുദ്ധിമുട്ടാണ്. എല്ലാ എക്സാംസും പാസ്സായിട്ടാണ് ഗവൺമെൻറ് സർവീസിൽ ജോലിക്ക് കയറുന്നത്. പക്ഷേ ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞതുകൊണ്ട് പഠിച്ച ഓർമ്മയിലെത്താൻ ബുദ്ധിമുട്ടാണ്. ഇന്നലെ വൈകുന്നേരം 5 മണിയായപ്പോൾ റിസൾട്ട് വരുമെന്ന് പറയുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം ഏകദേശം 5 മണിയായപ്പോൾ റിസൾട്ട് വന്നു എന്ന് എൻ്റെ കൂടെയുള്ള ഒരു അധ്യാപിക വിളിച്ചു പറഞ്ഞു. പക്ഷേ ഞാൻ ആ റിസൾട്ട് നോക്കാൻ എനിക്കെന്തോ ഒരു വെപ്രാളവും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ റിസൾട്ട് കൂടെ ഒന്ന് നോക്കിത്തരാമോ. ഞാൻ എന്നിട്ട് ഓടിപ്പോയി അമ്മയുടെ കാശുരൂപം എടുത്ത് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ ഹാളിൽ തന്നെയാണ് ഞാൻ അമ്മയുടെ രൂപം വെച്ചിരിക്കുന്നത്. എനിക്കതിനകത്തൊരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾ ഹിന്ദുക്കളാണെങ്കിൽ പോലും അമ്മയെ ഞാൻ എൻ്റെ വീടിൻ്റെ ഹാളിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അവിടെയാണ് ഞാൻ എല്ലാ ദിവസവും അമ്മയെ വെച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഞാനവിടെ പോയിരുന്നു. ഞാൻ ഈ കാശുരൂപം എടുത്ത് കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ എന്നിട്ട് എൻ്റെ കേറ്ററ്റിൻ്റെ നമ്പർ, കേറ്ററ്റ് കാറ്റഗറി 1-ൻ്റെ നമ്പർ അയച്ചു കൊടുത്തു. 2 എനിക്ക് കിട്ടത്തില്ലല്ലോ. അയച്ചു കൊടുത്തു. എനിക്ക് റിസൾട്ട് അയച്ചു വന്നിട്ട് എന്നോട് ചോദിക്കും, ഇതെന്തുവാ റാങ്ക് കിട്ടാനുള്ള മാർക്കാണോ ഇത് വാങ്ങിച്ചേക്കുന്നത്? ക്വാളിഫിക്കേഷൻ മാർക്കും അല്ല, അതിലൊക്കെ ഉപരി വലിയൊരു മാർക്ക് തന്ന അമ്മ എന്നെ അനുഗ്രഹിച്ചു. എന്നിട്ട് ഞാൻ കാറ്റഗറി 2, ഞാൻ പിന്നെ അത് ഓർക്കുന്നില്ല, ശരിക്കും ഞാൻ സന്തോഷിക്കുകയല്ല ചെയ്തത്, ഞാൻ അവിടെ ഇരുന്ന് അങ്ങ് കരഞ്ഞു. കാരണം ആദ്യമായിട്ട് ഞാൻ മറ്റുള്ള പഠിച്ച കുട്ടികളുടെ കൂടെ പോയിരുന്ന എക്സാം എഴുതിയിട്ടും അമ്മ എന്നെ അതിലെത്തിച്ചു തന്നു. എനിക്കിതിനകത്ത് ഒരു പങ്കുമില്ല. കാരണം എൻ്റെ ഓർമ്മയിലൊന്നും നിൽക്കുന്നില്ല. ആ അമ്മ മാത്രമാണ് ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കാറ്റഗറി 2-ൻ്റെ കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, ഏതായാലും മാർക്കൊന്നും അറിയാമല്ലോ. കാറ്റഗറി 2 ഞാൻ 2ാമത് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് എഴുതാൻ വേണ്ടിയാണ്. ഏതായാലും മാർക്കൊന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അയക്കാൻ പറഞ്ഞു. അയച്ചു. കാറ്റഗറി 2-ന് എനിക്കതിൻ്റെ അടുത്ത് പോലും എത്താത്ത കാറ്റഗറി 2 എനിക്കിപ്പോഴും അറിയില്ല. കാറ്റഗറി 2 ഞാൻ പാസ്സായി. അമ്മ ജനറൽ കാറ്റഗറിയായ എന്നെ ആ ബ്രിമ്മിലുള്ള ആ മാർക്കിൽ എത്തിച്ചു. എനിക്കറിയില്ല അതെങ്ങനെ എനിക്ക് കിട്ടിയെന്ന്. കാറ്റഗറി 2 ഞാൻ ഇന്നലെ തന്നെ ആ എക്സാം പാസ്സായി. എനിക്ക് അടുത്ത ഒരു എക്സാം ഇനി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ജൂൺ 28 നടക്കുന്ന ആ എക്സാം എനിക്ക് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്കറിയില്ല. ഒന്ന് ഓർത്തു വയ്ക്കേ, 90 മാർക്ക് വേണ്ടുന്ന ആൾക്ക് ഞാൻ ചുമ്മാ അതൊന്ന് കൂട്ടി നോക്കിയിട്ട് അതിൻ്റെ അടുത്ത് പോലും എത്താതെ ഞാനത് കളഞ്ഞതാണ്. ഞാൻ ആ കളഞ്ഞത് എങ്ങനെ എനിക്ക് ആ എക്സാം ക്വാളിഫൈഡ് ആയെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എനിക്ക് 100% അല്ല, എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, നമുക്ക് അസാധ്യമെന്ന് വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും അമ്മ മാതാവിലൂടെ നമുക്ക് സാധിച്ചു കിട്ടും. അത് എൻ്റെ അനുഭവത്തിലൂടെ തന്നെയാണ് ഞാൻ പറയുന്നത്. എൻ്റെ എല്ലാ ജീവിതത്തിലും ആ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അസാധ്യമെന്ന് കരുതുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ അമ്മയെ പ്രാർത്ഥിച്ച് അമ്മയുടെ ഉടമ്പടി നേർച്ച വസ്തുക്കളും കൊണ്ടുപോയി ഞാൻ വളരെ ഈസി ആയിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് 28 വർഷമായിട്ട് ആസ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇൻഹേലർ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇൻഹേലർ യൂസ് ചെയ്യാതെ എനിക്ക് ഒരു ദിവസം പോലും ഉറങ്ങാൻ പറ്റില്ല. കാരണം രാത്രിയിൽ പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ പോലും രാത്രി എനിക്ക് പേടിയാണ്, രാത്രിയിൽ ആസ്മ ഉണ്ടായിട്ട് എനിക്ക് എഴുന്നേറ്റിരിക്കേണ്ടി വരുമോ എന്ന്. അപ്പോൾ എൻ്റെ മാമി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ ആ സാക്ഷ്യം കേട്ട കൂട്ടത്തിൽ, അതുപോലെ തന്നെ ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ കേൾക്കുന്ന കൂട്ടത്തിൽ രോഗസൗഖ്യത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരിക്കും ആസ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്വാസം മുട്ടലുണ്ടായിരുന്നു. ആ ഇൻഹേലർ അവിടെ കൊണ്ട് അമ്മ മാതാവിൻ്റെ മുന്നിൽ വെച്ചിട്ട് എൻ്റെ ഇത് ഞാനിവിടെ വെക്കുവാണ്, ഇനി എനിക്ക് ഇത് ഉപയോഗിക്കേണ്ടി വരരുത്, ഞാനിതിവിടെ വെക്കുവാണെന്ന് പറഞ്ഞ ഒരു സാക്ഷ്യമാണ് ഞാൻ കേട്ടത്. അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ ഞാൻ പുതിയൊരു ഇൻഹേലർ വാങ്ങി. കാരണം എനിക്ക് എത്ര തവണ ഇൻഹേലർ ഉപയോഗിക്കേണ്ടി വരുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു.
പുതിയൊരു ഇൻഹേലർ വാങ്ങി. പക്ഷെ ഞാനും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഞാനിതിവിടെ വെക്കുവാണ്, എനിക്കിനി ഇൻഹേലർ ഉപയോഗിക്കേണ്ടി വരരുത്, ഞാനിനി ഉപയോഗിക്കില്ല, അമ്മ ഇത് തിരിച്ചെടുത്തോണമെന്ന് പറഞ്ഞു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് വരെ എത്ര പ്രതികൂല കാലാവസ്ഥകളുണ്ടായിട്ടും ഞാൻ ഒരു ദിവസം പോലും ഞാൻ ആ ഇൻഹേലർ പൊട്ടിച്ചിട്ടോ ഉപയോഗിച്ചിട്ടോ ഇല്ല. ഇപ്പോൾ എനിക്ക് യാതൊരു ആസ്മയുടെ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. അതുപോലെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ, ഇവിടെ പറയാത്ത തന്നെ ചെറുതും വലുതുമായ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ആ അനുഭവങ്ങൾ പറഞ്ഞു തന്നെ ക്രിസ്ത്യൻസ് അതുപോലെ തന്നെ അഹിന്ദുക്കളായ ഒരുപാട് പേർക്ക് ഞാൻ അമ്മയുടെ പത്രം എല്ലാ മാസവും വാങ്ങിക്കൊണ്ടുപോയി ഞാനത് അവർക്കെല്ലാം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാറുണ്ട്, സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് പാലിയേറ്റീവ് കെയർ ഉണ്ട് ഞങ്ങളുടെ വീടിനടുത്ത്, അവിടെ ഇടയ്ക്ക് പോകാറുണ്ട്. അവിടുത്തെ രോഗികളെ സന്ദർശിക്കും, പത്രം കൊടുക്കും, കാശ് രൂപം കൊടുക്കും. അതുപോലെ തന്നെ അവർക്ക് ആഹാര വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോയി അവർക്ക് ആവശ്യമുള്ള സഹായം ചെയ്യാറുണ്ട്. അതുപോലെ എൻ്റെ മുന്നിലേക്ക് ആര് വന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അത് ഞാൻ മുൻപും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ അമ്മയുടെ പേരിൽ തന്നെ ഞാനത് കൊടുക്കാറുണ്ട് അവർക്ക്. അതുപോലെ ഉടമ്പടി നിബന്ധനകളെല്ലാം അച്ഛൻ്റെ ധ്യാനം ഞാൻ കേൾക്കാറുണ്ട്, അതുപോലെ സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. എൻ്റെ ജീവിതത്തിലുടനീളം അമ്മയുടെ ഈ ഉടമ്പടിയിൽ വിശ്വസിച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കുവാൻ അമ്മയും തിരുക്കുമാരനും എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 3-ാം തിരുവചനം. അത്ഭുതകരമായ ദൈവിക ചൈതന്യമുണ്ടായിരുന്നതുകൊണ്ട് ദാനിയേൽ മറ്റെല്ലാ തലവന്മാരെയും കാൾ പ്രധാന ദേശാധിപന്മാരെയും കാൾ ശ്രേഷ്ഠനായി തീർന്നു. തൻ്റെ രാജ്യം മുഴുവൻ്റെയും അധികാരിയായി അവനെ നിയമിക്കാൻ രാജാവ് ആലോചിച്ചു. ഈശോ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായവരെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുമെന്ന് താലന്തുകളുടെ ഉപമ ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ബിന്ദു നായർ എന്ന ഈ സഹോദരി തൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യം തൻ്റെ മാമിയോടൊപ്പം വന്നിവിടെ വന്ന് ഏറ്റുപറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ. അവർക്ക് 51 വയസ്സിലാണ് കേറ്ററ്റ് എക്സാം വളരെ ശ്രേഷ്ഠമായ രീതിയിൽ പാസ്സാകുവാൻ ഈ ഉടമ്പടിയുടെ അടിസ്ഥാന തത്വമായ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിലാണ് അവർക്ക് ഇന്ന് കേറ്ററ്റ് എക്സാം പാസ്സായി മറ്റുള്ള ടീച്ചേഴ്സിൻ്റെ ഒപ്പം തല ഉയർത്തി നിൽക്കാനായിട്ട് ഈ അമ്മയ്ക്ക് ടീച്ചർക്ക് സാധിച്ചതെന്ന് ഈ സാക്ഷി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എത്ര തന്നെ ജീവിതഭാരം നമ്മെ തളർത്തിയാലും, എത്ര തന്നെ സാങ്കേതിക തടസ്സങ്ങളുണ്ടായാലും പരിശുദ്ധ അമ്മയ്ക്ക് മാധ്യസ്ഥം വഹിച്ചാൽ ഈശോയ്ക്ക് എല്ലാം നിസാരമാണെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നാം മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ 28 വർഷമായിട്ടുണ്ടായിരുന്ന ആസ്തമ എന്ന അസുഖത്തിൽ നിന്ന് സമയച്ചുരുക്കമാണ് ഈ അമ്മയ്ക്ക് നൽകിയിട്ടുള്ള വലിയ സൗഖ്യം. മരുന്നോ ലേപനമോ ഒന്നുമല്ല, എത്രയോ തവണ വർഷങ്ങളായി മരുന്ന് കഴിച്ചു. ഇൻഹെയിലർ പുതിയതൊന്ന് വാങ്ങി. അതിനുശേഷം പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, ഇത് നിൻ്റെ മുൻപിൽ സമർപ്പിക്കുകയാണ്, ഈ പാക്കറ്റ് ഞാൻ തുറക്കുന്നില്ല, ഇത് ഞാൻ ഉപയോഗിക്കുന്നില്ല. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വളരെ ശക്തമായിരുന്നു. നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം ഈ അമ്മയ്ക്ക് പരിപൂർണ്ണ സൗഖ്യം കിട്ടിയെന്നുകൂടി ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ഈശോയെ കൈമാറുന്നതിനുള്ള ഈ ബിന്ദു നായറിൻ്റെ ഒരു ശക്തമായ തീക്ഷ്ണത, ആഗ്രഹം, ഈശോയോടുള്ള സ്നേഹം എല്ലാമാണ് ഇന്ന് ഈ അൾത്താരയിലേക്ക് കയറി നിന്ന് ശക്തമായൊരു സാക്ഷ്യം പറയാൻ ഈ മകളെ അനുവദിച്ചത്. നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് കൈമാറാം. പരിശുദ്ധ അമ്മ ഉടമ്പടിയിലാണ് നമുക്ക് ഉടൻ പരിഹാരം നൽകിയിരിക്കും. ബിന്ദു നായറിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് മഹനീയ സാന്നിധ്യമുള്ള ഈ തിരുവൾത്താരയിൽ രണ്ടാമതും മാതാവിനെ മഹത്വപ്പെടുത്തുവാൻ, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് വലിയ സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെയും അർഹരാക്കിയതിന് മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് ജെയ്മി, ഇതെൻ്റെ മകൻ ആരോൺ. ഞങ്ങൾ സെപ്റ്റംബറിൽ ആദ്യ സാക്ഷ്യം പറയുണ്ടായി. അതിൽ പ്രധാന കാര്യം എൻ്റെ മകൻ്റെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന, അതായത് ഇതിനേക്കാൾ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഹൈപ്പർ ആക്ടിവിറ്റി ADHD ഇഷ്യൂസിനെ പറ്റിയിട്ടുള്ളതായിരുന്നു. അത് വിശദമായിട്ട് അന്നത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇതേ കുട്ടി തന്നെയാണ് ഇപ്രാവശ്യം പബ്ലിക് എക്സാം 10th എക്സാം എഴുതിയ കുട്ടി. സാക്ഷ്യം പറഞ്ഞു പോയതിന് ശേഷം പിന്നീട് സ്ഥിരമായിട്ട് അച്ഛൻ്റെ ക്ലാസ്സുകളും എല്ലാം സ്ഥിരമായിട്ട് കാണുന്നത് തന്നെയാണ്. അപ്പോൾ പിന്നീടുള്ള അച്ഛൻ്റെ ധ്യാനങ്ങളിലും അതുപോലെ ഡെയിലി ബ്രെഡ് പ്രെയറും ഒക്കെ കൃത്യമായിട്ട് അതുപോലെ തന്നെ കൂടി പോയിക്കൊണ്ടിരുന്നു. ഞങ്ങൾ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. അപ്പം എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം മെയിനായിട്ടും അവിടെ തന്നെയാണ്. പ്രധാനമായ മലയാളികളല്ല, കന്നഡ, തമിഴ്,
ഹിന്ദി, ഇംഗ്ലീഷ് അങ്ങനെ ഉള്ള ഭാഷകളിലാണ് ഞാൻ പത്രം വാങ്ങിച്ചിട്ട് പോവുക. അപ്പോൾ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ വളരെ സമയമെടുത്ത് അവരോട് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നന്മകൾ അത്രയും ഇവിടെ പറയാൻ സമയപരിമിതി കൊണ്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞാണ് സമയമെടുത്താണ് കാര്യങ്ങൾ ചെയ്യാറ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതി ആയതുകൊണ്ടാവാം പിന്നീട് അച്ഛൻ്റെ ക്ലാസ്സുകളിൽ നിന്നും അതുപോലെ ധ്യാനത്തിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഒരു ഇൻഡിക്കേഷൻ എനിക്ക് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം എന്നിങ്ങനെ മോണിറ്ററിൽ തെളിയുന്നത് എങ്ങനെയാണോ അതുപോലെ കണ്ണടച്ചാലും ഒരു തോന്നൽ, കണ്ണ് തുറന്നാലും ഇങ്ങനെ ഒരു എഴുതി കാണിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് ഉത്തരവാദിത്വം. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, എന്താണ് ഈ ഉത്തരവാദിത്വം? എനിക്ക് പിടികിട്ടുന്നില്ല. ഒരു ഭാരം പോലെ എനിക്ക് തോന്നി, എന്തോ ഒരു ഭാരം പോലെ. ഈ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തന്നെ ഒരു ഭാരമാണല്ലോ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, മാതാവേ എനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നേരത്തെ കൂട്ടി 2019-20 കാലഘട്ടത്തിലാണ് ഞാൻ ഉടമ്പടി എടുത്തു പോകുന്നത്. അത് ഈ കാലം അത്രയും കൃത്യമായിട്ട് ചെയ്തു പോരുന്നുണ്ട്. അപ്പോൾ ഇക്കാലം അത്രയുമുള്ള ഒരു ഉടമ്പടിയിലുള്ളൊരു പരിചയവും ഒരു എക്സ്പീരിയൻസും ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ പെട്ടെന്ന് വന്നത് ഇങ്ങനെ പോരാ, അടുത്ത ലെവലിലേക്ക്, അതാണ് ഉത്തരവാദിത്വം എന്നെനിക്ക് മനസ്സിലായി. കാരണം അത് വരാൻ കാര്യം പിന്നീട് ഞാൻ ചെയ്തപ്പോൾ പ്രേക്ഷിത പ്രവർത്തനത്തിന് എൻ്റെ മുമ്പിൽ വന്നു ചേർന്ന ആളുകളെ പറ്റി പറയുമ്പോഴാണ്. അത്ര കാലം സാധാരണക്കാരായ ആൾക്കാരോടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് എങ്കിലും പിന്നീട് എനിക്ക് കിട്ടിയ ആൾക്കാർ സമൂഹത്തിൽ അല്പം സ്ഥാനമുള്ളവരും ഉയർന്നു നിൽക്കുന്നവരുമായിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ ബാംഗ്ലൂർ ഇതുപോലെ പത്രപ്രേക്ഷിത പ്രവർത്തനം നടന്ന സമയത്ത് എൻ്റെ മോൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. കാരണം എൻ്റെ ഫസ്റ്റ് സാക്ഷ്യവും പ്രധാനപ്പെട്ടതും അവൻ തന്നെയാണ്. അപ്പോൾ ഇവൻ ഒരു സാക്ഷിയാണ്. ഞാൻ മോനെയും കൊണ്ടാണ് പോവാറ് എവിടെ പോയാലും. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ ഞാൻ ഒരാളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു പേപ്പർ കൊടുത്തിട്ട്. അപ്പോൾ ആ വ്യക്തിയുടെ പേര് രൂപ എന്നാണ്. അപ്പോൾ അവരൊരു അനാഥയായ പെൺകുട്ടിയാണ്, പക്ഷേ ഹിന്ദുവാണ്. പക്ഷേ ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ആ ലേഡി എന്നോട് മാതാവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ മാതാവിനെ പറ്റി സുവിശേഷം എന്നോട് പറഞ്ഞപ്പോൾ നമ്മൾക്ക് തീരെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പോരാ എന്നുള്ള ബോധ്യം എനിക്ക് ബോധ്യപ്പെട്ടു. ഉത്തരവാദിത്തം എന്ന് വീണ്ടും എൻ്റെ മനസ്സിലവിടെ തെളിഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൂടെ ഓടിപ്പോയത് ഇങ്ങനെയാണ്, റെസ്പോൺസിബിൾ മിഷനറി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു ബോധ്യം. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇതുപോലെ ഞാൻ സംസാരിച്ച വ്യക്തി ഒരാൾ അവിടുത്തെ ക്ഷേത്രത്തിലെ ഒരു പൂജാരിയായിരുന്നു. അപ്പോൾ എനിക്കിതറിയില്ലായിരുന്നു ഞാൻ സംസാരിക്കുന്ന ഇന്നയാളോടാണെന്ന്. പക്ഷേ അദ്ദേഹം ഞാൻ മറ്റൊരാളോട് സംസാരിക്കുന്നത് കേട്ടിട്ട്, ഞാൻ പറയുന്ന പകുതി കന്നഡയും പകുതി ഇംഗ്ലീഷും ഒക്കെയാണ്, എനിക്ക് അത്ര വ്യക്തമായിട്ടൊന്നും അറിയില്ല, എങ്കിൽ പോലും അത് കേട്ടിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചിട്ട് എന്നെ വിളിക്കുകയാണ് ഉണ്ടായത്. ഞാൻ ഒരു പള്ളിയിലാണ് ഞാനിത് കൊടുക്കുന്നത്. അദ്ദേഹം അവിടെ സന്നിഹിതനായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, താങ്കൾ ഇത്ര നേരം പറഞ്ഞത് ഞാൻ കേട്ടു, എനിക്ക് കുറേയൊന്നും മനസ്സിലായില്ല, പക്ഷേ എങ്കിലും ചിലതൊക്കെ മനസ്സിലായി, ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി, സാർത്ഥക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാർത്ഥക് എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെതായ മതത്തിൻ്റെ പുരോഹിതനാണ്. അപ്പോൾ എനിക്ക് ഉള്ളിലൊരു പേടി, കാരണം ഞാനൊരു സാധാരണ ആളാണ്. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ഏത് മതമായാലും അതിൻ്റേതായ ഒരു മഹത്വമുണ്ട്. വിളിച്ചു ചേർക്കപ്പെട്ടവരല്ലേ പുരോഹിതന്മാരാവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളോട് സംസാരിക്കാനുള്ള ശക്തിയും കഴിവും എനിക്കുണ്ടോ മാതാവേ, അതിനുള്ള വിവേകം എനിക്കുണ്ടോ മാതാവേ എന്ന് ഞാൻ ആ നിമിഷത്തിൽ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു. അത്രയും ചിന്തിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷേ പിന്നീട് അങ്ങോട്ട് പറഞ്ഞതൊക്കെ കന്നഡ ഭാഷയിലാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തോട്. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. എനിക്കിപ്പോഴും എന്താണ് പേരെന്ന് കന്നഡത്തിൽ ചോദിക്കാനൊന്നും അറിയില്ല. പക്ഷേ അദ്ദേഹം വളരെ തൃപ്തനായി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അദ്ദേഹം പൂജാരിയാണെങ്കിൽ പോലും വളരെ നിധി പോലെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ മാതാവ്. അപ്പോൾ എനിക്കതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നി. അദ്ദേഹം മാതാവിനെ പറ്റിയിട്ടുള്ള സുവിശേഷം എന്നോട് പറയുകയും എന്നിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. വളരെ അനുഗ്രഹപ്രദമായ ഒരു നിമിഷമായിരുന്നു. അപ്പം അങ്ങനെ ഉള്ള ആൾക്കാരുമായിട്ടും റെസ്പോൺസിബിളായിട്ടുള്ള നിൽക്കുന്ന ആൾക്കാരുമായിട്ടുള്ള എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം മുന്നോട്ട് പോയത്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള വിഷയങ്ങളെ പറ്റിയിട്ട് അങ്ങനെ അധികം ബോധേഡല്ല. കാരണം നമ്മൾ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, അച്ഛൻ പറയുന്നത് പോലെ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. കാരണം അത് തക്ക സമയത്ത് തക്ക രീതിയിൽ അത് നിവർത്തിക്കപ്പെടും. എൻ്റെ ജീവിതാനുഭവം അങ്ങനെ ആയതുകൊണ്ട് നമുക്കതിനെപ്പറ്റി വലിയ ബോധരക്ഷനില്ല. പക്ഷേ എങ്കിലും അമ്മയെന്ന നിലയ്ക്ക് എൻ്റെ മകൻ പരീക്ഷ അടുത്ത് വരുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ പ്രധാന പ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനം തന്നെയാണ്. എനിക്ക് ആ സമയത്ത് കൃത്യമായി ആ ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിൽ കിട്ടിയത് മുഴുവൻ യുവാക്കൾ പിള്ളേരെ ആയിരുന്നു.
അപ്പം ബാംഗ്ലൂരൊക്കെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. അങ്ങനെയുള്ള ഒത്തിരിയേറെ ജോലിയുടെ പ്രഷറുകളും പഠിത്തത്തിൻ്റെ പ്രഷറുകളും കൊണ്ട് വലയുന്ന ഒത്തിരിയേറെ പിള്ളേരെ നമ്മൾക്ക് കാണാൻ പറ്റും. അവർക്ക് ഇൻസ്റ്റൻറ്റ് മോട്ടിവേഷൻ, അവർക്ക് കിട്ടുന്ന ഇൻസ്റ്റൻറ്റ് മോട്ടിവേഷൻ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിന്നോ അല്ല മറ്റെന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റുകളിൽ നിന്നൊക്കെ ആയിരിക്കും. പക്ഷേ അതിനൊരു ഇൻസ്റ്റൻറ്റ് പവറേ ഉള്ളൂ. പക്ഷെ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് ദൈവാശ്രയമാണ് ഈ പ്രായത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. ദൈവാശ്രയം നേടിയെടുത്തു കഴിഞ്ഞാൽ, ദൈവത്തിൽ മാത്രം ആശ്രയിക്കാൻ പഠിച്ച് ആ ഒരു മോട്ടിവേഷനിൽ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നൊന്നിനെയും പറ്റി ആവലാതിപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ വായിലൂടെ ഇങ്ങനെ നിരന്തരമായി വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലൊരു മകൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴും, എനിക്ക് ഭാഷ അറിയില്ലാത്ത ആൾക്കാർ തന്നെയാണ്, പക്ഷേ ഇംഗ്ലീഷിൽ സംസാരിച്ചു. അപ്പം പറഞ്ഞത്, മാതാവിൻ്റെ ഒരു മെസ്സേജ് പോലെ തോന്നുന്നു സിസ്റ്റർ, താങ്ക് യു. നമ്മളെ മലയാളികളെക്കാൾ കൂടുതൽ അക്സെപ്റ്റൻസ് ആണ് അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുക. എന്തായാലും അവർ കൃത്യമായിട്ട് അത് ആ മാതാവിൽ നിന്നുള്ള മെസ്സേജ് അവർക്ക് ലഭിക്കാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ വ്യക്തിയോടും നമ്മൾ സംസാരിക്കുന്നത്. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാനവിടെ പത്രം കൊടുത്ത ആ രൂപ എന്ന് പറയുന്ന വ്യക്തി രണ്ടാമത് ഞാൻ കാണാനിടയായി. ആ വ്യക്തി കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടപ്പോൾ അവരെ ഓടി വന്ന് എൻ്റെ ബാഗ് തുറന്ന് കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ഇതുപോലെ അവരോട് മാതാവിനെ പറ്റി പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഇവിടുത്തെ പള്ളിയെപ്പറ്റി സംസാരിച്ചിരുന്നല്ലോ. അവരത് ഓർത്ത് വെച്ചിട്ട് അവരുടെ ബാഗിനകത്ത് നിറച്ചും ഇവിടുത്തെ പത്രമാണ്. സോ ഞാൻ മനസ്സിലാക്കിയത് പ്രേക്ഷിത പ്രവർത്തനം നെക്സ്റ്റ് ലെവലിലേക്ക് മാറിയിരിക്കുന്നു. കാരണം അവിടെ ഉള്ളവർ പ്രേക്ഷിത പ്രവർത്തനം ഏറ്റെടുത്ത് അവരും പത്രങ്ങൾ കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോൾ അവർ പറഞ്ഞത്, പരിശുദ്ധ മാതാവിൻ്റെ ഓൺലൈൻ വഴിയായിട്ട് അവർ പ്രാർത്ഥന എത്തിക്കുകയും പരിശുദ്ധ കൃപാസന മാതാവിന് പ്രെയർ റിക്വസ്റ്റ് ഇടുകയും മാതാവിനെ കൃത്യമായി മനസ്സിൽ ധ്യാനിച്ചും മാതാവിനോട് മധ്യസ്ഥ അപേക്ഷിച്ചും മാത്രം മുന്നോട്ട് ജീവിച്ച അവരിന്ന് ഒരു ഹോട്ടലിൻ്റെ ഉടമയാണ്. അവർ പുതിയതായിട്ടൊരു ഹോട്ടൽ തുടങ്ങി അവരുടെ ജീവിതമാർഗ്ഗങ്ങൾ വെളിച്ചപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അവർക്കും വലിയ സന്തോഷമാണ്, അവരും അവിടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു. നമുക്ക് വർദ്ധിച്ച ഉത്തരവാദിത്തം, മിഷണറി, റെസ്പോൺസിബിൾ മിഷണറി എന്നുള്ള ആ ഒരു ഉത്തരവാദിത്തം ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് മാതാവിനോട് പറഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് മകൻ്റെ എക്സാം വരുന്നത്. അപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഒരു ഹിസ്റ്ററിയൊക്കെ ഉള്ളതാണല്ലോ, പിന്നെ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുമൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതൊന്നും ഭാരപ്പെടേണ്ട കാര്യങ്ങളല്ല, നമുക്ക് ജീവിക്കാനുള്ള മാർഗ്ഗം അത് ദൈവം തന്നോളും. പക്ഷേ ഏത് വഴിക്കുന്ന നമ്മൾ ദൈവത്തെ പഠിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, ദൈവം നമുക്ക് തരും എന്നുള്ള ഒരു വിശ്വാസമാണ്. അപ്പം എക്സാം എടുക്കും തോറും സാധാരണ കുട്ടികളെ പോലെ ഒരു ടെൻഷനും ഒരു ബുദ്ധിമുട്ടും ഒക്കെ ആൾ കാണിച്ചു. അപ്പോൾ എനിക്കും ഒരു ഇതുണ്ടായി. ഞാൻ ആലോചിച്ചു, മാതാവേ എന്താണ്, നീ അവനെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണം, ഇന്നത് എന്ന് ഇത്ര എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അവിടുന്ന് ഒരടയാളം കൊടുത്ത് ഈ മകനെ ഈ പ്രായത്തിൽ എനിക്ക് അവന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാര്യം തമ്പുരാനെ കൊടുക്കുക എന്നുള്ളതാണ്. അതിന് മാതാവെ അവിടുന്ന് സഹായമാകണമേ എന്ന് പ്രാർത്ഥിച്ചു. വളർന്നു വരുന്ന യുവതലമുറ ഇതല്ലാണ്ട് മറ്റെന്താണ് നേടേണ്ടത്? എനിക്ക് ക്രിസ്തുവിനെ കൊടുക്കാനേ ആഗ്രഹമുള്ളൂ, അതിന് ഒരു അടയാളം നീ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ആ വിഷയം വിട്ടു. പിന്നെ എക്സാം എഴുതാൻ കയറിയ പോകുന്ന സമയത്തും പഠിക്കുന്ന സമയത്തും ഒക്കെ കൃത്യമായിട്ടും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. കാരണം ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയ ഔഷധമാണ്. അപ്പോൾ അത് തന്നെ തുടർന്ന് പോന്നുകൊണ്ടിരിക്കുന്നു. വേറൊന്നും നമുക്ക് ജീവിതത്തിൽ ആവശ്യമില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് ഒരു എക്സാമിൻ്റെ തലേദിവസം പാനിക് അറ്റാക്ക് പോലെ വന്നു. പാനിക് അറ്റാക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒന്നും അറിയുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു പാനിക് അറ്റാക്ക് പോലെ വന്നതിനെ ഗ്യാസ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഉടനെ ഞാൻ പോയി ചെയ്തത്, ഗ്യാസ്പ് ചെയ്യുന്ന കണ്ടപ്പോഴേ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ശാന്തമായിട്ടിരുന്നു. വേഗം നടന്നു പോയി വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പെടുത്തു, തേനും എടുത്തു, തൈലം നെറ്റി തൊട്ട് കൊടുത്തു, ഉപ്പും തേനും വായിൽ സേവിക്കാൻ കൊടുത്തു. അത് ഇവന് പരിചയമുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴും പെട്ടെന്ന് ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്, എൻ്റെ മോനും കിട്ടിയത്. പെട്ടെന്ന് അവൻ ശാന്തമായി. പിന്നെ എൻ്റെ പ്രാർത്ഥന ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, കൂടുതലായിട്ടൊന്നും ഇനി പഠിക്കണ്ട, കൂടുതലായിട്ടൊന്നും ഇനി നോക്കണ്ട, മനസ്സ് ശാന്തമാകാൻ സഹായിക്കണമേ എന്ന് മാത്രം മാതാവിനോട് പ്രാർത്ഥിക്കുക. ആരാണ് എക്സാമിന് കയറുന്ന സമയത്ത് ഞാൻ ചെയ്തത്, ലീവ് എടുത്തു. ഞാൻ പത്രമായിട്ട് എൻ്റെ പ്രധാന പ്രവർത്തനം അതുതന്നെയാണ്. പത്രം എടുത്ത് ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങി. അന്നേ ദിവസം ഫാസ്റ്റിംഗ് ആയിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇറങ്ങി എല്ലാവരോടും സുവിശേഷം അറിയിച്ചു. മറ്റു ഭാരങ്ങളൊന്നും ഓർക്കാതെ ഈ കാര്യങ്ങൾ എന്താ പറയുക, ഈ മറ്റുള്ളവരോട് പറയാനോ അവരെ ബോധ്യപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ, ദൈവികമായ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാത്രം ഞാൻ അന്ന് ആ സമയങ്ങൾ ഉപയോഗിച്ചു. വേറെ ഒന്നിനെപ്പറ്റി ഞങ്ങൾ ഭാരപ്പെട്ടില്ല. പരീക്ഷയുടെ മാർക്കുകൾ കണക്കൂട്ടിയില്ല, ഒന്നും ചെയ്തില്ല, ഇങ്ങനെ പോന്നു. പക്ഷേ ഈ എക്സാം എഴുതുന്ന സമയങ്ങളിൽ, സ്റ്റഡി ലീവിൻ്റെ സമയത്ത്, പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ മോനോട് പറയുമായിരുന്നു, എൻ്റെ മനസ്സിൽ തെളിയുന്നത് 90 എന്നാണ്. 90. ആൾക്ക് സാധാരണ ഒരു 65-60 ഒക്കെ ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അപ്പം നമുക്ക് ഒരിക്കലും അങ്ങനെ വലിയൊരു മാർക്ക് ഫോക്കസ് ചെയ്ത് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും ഞാൻ പറഞ്ഞു, എൻ്റെ ഉള്ളിൽ തെളിയുന്നത് 90. അത് ഞാൻ ഈ കുട്ടിയോട് മാത്രം പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, ദൈവമേ
ഇത് ഈ കുട്ടിക്കുള്ള ഒരു അടയാളമായിരിക്കണമേ, അവിടുന്ന് സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചാണ് പറയുന്നത്. വേറെ ആർക്കും ഇതിനെപ്പറ്റി അറിയണ്ടായില്ല. അപ്പോൾ ഇവൻ എന്നെ കളിയാക്കി, പിന്നെ 90 ഞാൻ ഈ ഏത് റേഞ്ചിലാണ് നിൽക്കണമെന്നുള്ളത് അറിയാമല്ലോ. കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവുണ്ടെങ്കിലും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിലും അത് പ്രോപ്പറായിട്ട് പല കുട്ടികൾക്കും പേപ്പറിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതാനുള്ള ഒരു കഴിവ് കുറവുള്ളൊരു കുട്ടിയാണ്. അപ്പം മാർക്ക് കുറയും. സ്വാഭാവികമായിട്ടും എഴുതി പിടിപ്പിക്കുന്നതിനല്ലേ മാർക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന പല കുട്ടികളെയും ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തന ഇടയ്ക്ക് ഞാൻ കാണുകയുണ്ടായി. ഇപ്പോൾ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ആത്മീയ ജീവിതവും ഇതുപോലെ ജീവിത സാഹചര്യങ്ങളൊക്കെ കണക്റ്റഡായിട്ട് ആ തക്ക സമയത്ത് വന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളും എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കണക്റ്റഡായി വന്നു. ഇപ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. പ്രേക്ഷിത പ്രവർത്തനത്തിൽ കണ്ട ആളുകളും ഇതേ സമാനമായ രീതിയിൽ പോകുന്ന ആളുകളാണ്. അപ്പം എൻ്റെ മനസ്സിലൂടെ എന്നിലൂടെ മാതാവ് അവരോട് സംസാരിക്കുമ്പം ഇതേ ബോധ്യം തന്നെ എനിക്കും വരും, ഇതിനെ എങ്ങനെ മറികടക്കണം എന്നുള്ളത്. അപ്പോൾ അതേ കാര്യം തന്നെ ഞാൻ ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞു, നീ നോക്കിക്കോ, എനിക്കിങ്ങനെയാണ് കാണുന്നത്, അത് നമ്മളൊന്നും ചോദിച്ചിട്ടല്ല, പക്ഷെ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ മാർക്ക് നിനക്ക് മാതാവ് തരും, ഇത് മതി നമുക്ക് മുന്നോട്ട് പോകാൻ. അപ്പോൾ ധൈര്യപ്പെട്ടിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചിരിച്ച് തള്ളിവിട്ടു. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കറക്റ്റ് 90% മാർക്ക്. അപ്പോൾ ഇവന് ഒരു ഞെട്ടലായി. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രത്യക്ഷത്തിൻ്റെ സാക്ഷി ആയോ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കത് പ്രാർത്ഥിക്കുമായിരുന്നുവെങ്കിലും ഇതിനൊരു കറക്റ്റ് നമ്പറിലേക്കൊന്നും വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇതിങ്ങനെ സംഭവിച്ചല്ലോ, മാതാവിന് നന്ദി എന്നവൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് നിൻ്റെ സാക്ഷ്യമായിരിക്കണം, കാരണം നിനക്കാണ് അടയാളം കിട്ടിയിരിക്കുന്നത്, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അവനുണ്ടായ അനുഭവത്തെപ്പറ്റി അവനൊരു 2 വാക്ക് ഞങ്ങളോട് പറയും. എൻ്റെ പേര് ആരോൺ. ഞാൻ അമ്മ പറഞ്ഞ പോലെ എനിക്ക് ഈ പഠിക്കുന്ന കാര്യങ്ങൾ പഠിച്ചാലും അത് എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അത് എക്സാമിലായാലും ശരി, ടെസ്റ്റ് പേപ്പറിലായാലും ശരി. പക്ഷേ ടീച്ചേഴ്സ് പറയും, പേരൻസ് മീറ്റിങ്ങിൻ്റെ സമയത്ത് ടീച്ചേഴ്സൊക്കെ പറയും, ഇവ നല്ലപോലെ പഠിക്കുമല്ലോ, പക്ഷേ പരീക്ഷയുടെ സമയത്തൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അത് എന്നെ വല്ലാതെ വിഷമിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ ഡിപ്രഷൻ അടിക്കുകയൊക്കെ ആയിരുന്നു. അപ്പോൾ അന്നേരം അമ്മ പറഞ്ഞു, അതൊന്നും സാരമില്ല, കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു. അന്നേരമാണ് എൻ്റെ ഈ ബോർഡ് എക്സാം വരുന്നത്. അപ്പോൾ അതിനൊക്കെ മുമ്പ് എൻ്റെ 2 മോഡൽ എക്സാമിന് എനിക്ക് 60-65% ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ അടുത്ത് ഇനി ബോർഡ് എക്സാം ആണല്ലോ. അപ്പോൾ എനിക്ക് വല്ലാതെ പേടിയായി. അപ്പോഴാണ് ഈ സ്കൂളുകാർ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇഷ്യൂ ചെയ്തപ്പോൾ എനിക്ക് വല്ലാതെ പാനിക് അറ്റാക്ക് തോന്നി, അമ്മ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല, ഒന്നും അറിയില്ലാത്ത പോലെയായിരുന്നു. അപ്പോൾ അന്നേരം പറഞ്ഞു, കുഴപ്പമില്ല, മാതാവ് നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ വിശ്വാസം കൈ പിടിച്ചുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അന്ന് പരീക്ഷാ ഹാളിൽ കയറുന്ന സമയത്ത് എൻ്റെ പൗച്ചിനകത്ത് ഉപ്പുണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് തലയിൽ തൈലം തൂത്തിട്ടാണ് പോയത്. അപ്പോൾ അന്നേരം ഞാൻ പരീക്ഷാ ഹാളിൽ കയറി ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോഴേക്കും ആരും അറിയാതെ ആ പൗച്ചിൽ നിന്ന് ഇച്ചിരി ഉപ്പെടുത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പർ എതിരെ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ പരീക്ഷ എഴുതുന്നത്. അതിനൊന്നൊരു പ്രത്യേക ഒരു ഊർജ്ജം കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ എക്സാമിലും അതുപോലെ തന്നെ ചെയ്തു. അപ്പോൾ എനിക്ക് ഉള്ളിൽ എല്ലാ എക്സാമിനും കുഴപ്പമില്ലാതെ എഴുതിയ പോലെ തോന്നി. പക്ഷേ ഈ എക്സാം കഴിഞ്ഞ് ഏപ്രിൽ 13-ാം തീയതിയാണ് എക്സാമിൻ്റെ റിസൾട്ട് കിട്ടിയത്, ബോർഡ് എക്സാമിൻ്റെ. അപ്പോൾ അതിനൊക്കെ മുമ്പ് എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. കാരണം അറിയാലോ, 60-65% കിട്ടിക്കൊണ്ടിരുന്ന എനിക്ക് ഉടനെ തന്നെ 90 കിട്ടുകയെന്ന് പറയുമ്പോൾ അതൊരു എന്തോ പോലെയായിരുന്നു. എനിക്ക് പേടി തോന്നി, എനിക്ക് അത്രയും കിട്ടുമോ ഇല്ലയോ. പക്ഷെ മാർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. അതൊരു വലിയ അനുഗ്രഹമാണ്. കാരണം അത് ശരിക്കും പറയാമല്ലോ, ഞാൻ ശരിക്കും ഒരു ഈ ഒരു കണ്ടീഷന് ADHD ഉള്ള എനിക്കിത് ഇത്രയും മാർക്ക് കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം ഞാൻ അധികം ഫോക്കസ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്, ഫോക്കസിങ് കുറവാണ്. അത് കാരണം എനിക്ക് ഗ്രാസ്പ് ചെയ്യാനും ഭയങ്കര പാടാണ് പഠിക്കുന്നതല്ല. പക്ഷെ ഇത്രയും മാർക്ക് കിട്ടിയപ്പോൾ എൻ്റെ വിശ്വാസം ഊർജിച്ചു. അങ്ങനെ എനിക്ക് മാതാവിൽ വിശ്വസിക്കാനുള്ള ഒരു ചാൻസ് മാതാവ് ഇതിലൂടെ എനിക്ക് കാണിച്ചു തന്നു. മാതാവ് എന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അപ്പോൾ ഞങ്ങളന്ന് മാർക്ക് കിട്ടിയപ്പോൾ അനുസരിച്ച് ഞങ്ങൾ എല്ലാവർക്കും മെസ്സേജ് ഇട്ടപ്പോഴും പറഞ്ഞപ്പോഴും ഒക്കെ പറഞ്ഞ ഒറ്റ ഒരു വേർഡേ ഉള്ളൂ. അച്ഛൻ നമ്മൾക്ക് സ്ഥിരമായിട്ട് പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ, ഇറ്റ്സ് നോട്ട് ബൈ മൈ മെറിറ്റ്, ഇറ്റ്സ് ഓൺലി ബൈ ഹിസ് ഗ്രേസ്. അപ്പോൾ ഇങ്ങനെ ഒരു ടാഗ് ലൈനാണ് എല്ലായിടത്തും പോയത് ഞങ്ങൾ പറഞ്ഞത്. അന്ന് തൊട്ടേ സുവിശേഷം അറിയിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം ഞങ്ങൾ എല്ലാവരോടും വിശദീകരിച്ച് പറയുന്നുണ്ട്, ഇതായിരുന്നു ഞങ്ങളുടെ ഹിസ്റ്ററി, പിന്നെ ഇതായിരുന്നു. എങ്കിലും എല്ലാവർക്കും അറിയാം 90% എന്ന് പറയുന്നത് ഒരു വലിയ മാർക്കൊന്നുമല്ല ഇന്നത്തെ കാലത്ത്. പക്ഷെ അത് ഞാൻ കോട്ട് ചെയ്തിവിടെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ടത് മകൻ്റെ വിദ്യാഭ്യാസപരമായിട്ട് ഞാനൊക്കെ ആവശ്യപ്പെട്ട ഒറ്റ കാര്യമേ ഉള്ളൂ, മാതാവെ അവനെ ഒരു സാക്ഷിയാക്കണം. അപ്പോൾ എനിക്കൊരു ഒരടയാളം അല്ലെങ്കിൽ മകനൊരടയാളം. അപ്പം നമ്മൾ പറയുന്നത് മാതാവ് തരുന്നുണ്ട് അല്ലെങ്കിൽ അത്ര ആ ഒരു കൃത്യത മാതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ. കാരണം എൻ്റെ ഉള്ളിൽ തെളിഞ്ഞത് 90% ഞാൻ അവനോട് പറഞ്ഞത് 90% റിസൾട്ട് വന്നപ്പോഴും അത് 90% ആ ഒരു കൃത്യത മാതാവ് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യത മാത്രം, ആ ഒരു അടയാളത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ആ 90% കാര്യം എടുത്തു പറഞ്ഞത്. എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷം വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രായത്തിൽ മക്കൾ ദൈവാശ്രയബോധം എന്ന ഒറ്റ ഫോക്കസിൽ മുന്നോട്ട് പോകാൻ ഈ ഒരു അവസരം കിട്ടിയതിൽ ഒത്തിരി നന്ദി പറയുന്നു. തക്ക പ്രായമാകുമ്പോൾ ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് റെഡിയായിട്ടാണ് എൻ്റെ മകൻ നിൽക്കുന്നത്. ഇതിൽ കൂടുതൽ വേറൊന്നും നേടാനില്ല. രണ്ടാമത്തെ ഒരു ചെറിയ കാര്യമായിരുന്നു, ഒരു പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ സാക്ഷ്യത്തിൻ്റെ തുടർച്ച തന്നെയാണ്. അത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടുന്ന പാർട്ടിക്ക് വരാനുണ്ടാകുന്ന താമസവും, അപ്പോൾ അവർ വരാനുണ്ടാകുമ്പം ഇവിടുത്തെ ലീവുകളും കാര്യങ്ങളും അതുപോലെ ഒഫീഷ്യൽ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് തടസ്സങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ എൻ്റെ വസ്തുവിൽ ചെയ്തതുപോലെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളാണോ പ്രതിസന്ധികളാണോ അതിനെ മാതാവേ ദൈവമേ അവിടുന്ന് പരിഹരിച്ച് അത് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളോ അല്ല തർക്കങ്ങളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങൾക്കോ ഒന്നും ഇട കൊടുക്കാതെ നമുക്കൊരു മോശമായ ഒരു കാര്യങ്ങൾ നമ്മുടെ വായിൽ നിന്ന് വരേണ്ടുന്ന ഒരു സാഹചര്യമോ ലജ്ജാകരമായ അവസ്ഥകളോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഉണ്ടാകാതെ അതെല്ലാം ആ തക്ക സമയം എപ്പോഴാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ തക്ക സമയം ശിവരെ ക്ഷമിക്കാനുള്ള കഴിവ് ഇപ്പം തന്നെ ചെയ്തതാ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡില്ല. പണ്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയായിരുന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്കൊരിക്കലും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷമയോടെ കാത്തിരിക്കുവാനും ദൈവത്തിൻ്റെ സമയം എപ്പോഴാണോ ആ സമയത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും ഉള്ള കൃപയും ക്ഷമയും സഹനവും നമ്മൾക്ക് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ തുടർന്നു പോകുമ്പോൾ ലഭിക്കുന്നുണ്ട്. പുതിയതായി ഒന്നും തന്നെ ഞങ്ങളങ്ങനെ നിയോഗങ്ങളായിട്ട് വെക്കാറില്ല. ഇനിയുള്ള എൻ്റെ സാക്ഷ്യങ്ങളാണെങ്കിലും പ്രേക്ഷിത പ്രവർത്തനത്തിന് തന്നെ പുതിയ തലങ്ങളെ ഉണ്ടായിരിക്കുക. കാരണം അനുഭവങ്ങൾ പുതിയതാണ്, നിയോഗങ്ങളും അല്ലെങ്കിൽ ആവശ്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ. പക്ഷേ എങ്കിലും എല്ലാത്തിലും എല്ലാ പ്രതിസന്ധിയിലും എല്ലാ ബുദ്ധിമുട്ടുകളിലും കൈപിടിച്ച് നടത്തുന്ന ദൈവമാണെന്നുള്ള ഉറപ്പ് ബോധ്യമുള്ളതുകൊണ്ട് ഒന്നിനെയും പ്രതി തകരാനോ ഭാരപ്പെടാനോ ഉള്ള കാര്യമില്ല എന്ന് ഉറച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ തുടർന്നും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ കൃത്യമായിട്ട് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അതുപോലെ പ്രയറുകൾ കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ ബാംഗ്ലൂരാണ് ചെയ്യുന്നത്, ഇവിടെയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായിട്ടും കാര്യങ്ങൾ മെഡിസിൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇന്നാരെന്നൊന്നുമില്ല, നമ്മൾക്ക് മുന്നിൽ ഇറങ്ങുമ്പോൾ കാണുന്ന ആരെയാണോ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. സ്ഥിരമായി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അറിയുന്നവർക്കൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ വളർച്ചയുടെ പ്രതിഫലനമാണ് ഞാൻ ഈ പറഞ്ഞ സാക്ഷ്യങ്ങൾ. എപ്പോഴും ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ വലയത്തിനുള്ളിൽ നിന്ന് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ബാക്കിയൊക്കെ നമ്മളെ തേടി വന്നോളും എന്നുള്ളതാണ്. അപ്പോൾ കുടുംബ പ്രാർത്ഥന കൃത്യമായിട്ടുണ്ടാവും. ഒരിക്കലും എന്തൊക്കെ സംഭവിച്ചാലും മുടക്കുന്ന പരിപാടിയില്ല. എന്തെല്ലാം തടസ്സങ്ങളുണ്ടായാലും അത് തന്നെ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ കുർബാന ഞങ്ങൾ ബേസിക്കലി ജേക്കോബൈറ്റ്സ് ആണ്, കാത്തലിക്സ് അല്ല. എങ്കിലും ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയിൽ എല്ലാ ദിവസവും ഞങ്ങൾ രാവിലെ പോകാറുണ്ട്. പിന്നെ കുമ്പസാരം, അതുപോലെ ജപമാല എല്ലാ ദിവസവും വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് ജപമാല ഉണ്ടായിരിക്കും. ജപമാല മുഴങ്ങാത്ത ഒരു ദിവസം പോലും ഞങ്ങളുടെ കുടുംബത്തിലില്ല. എനിക്കറിയാം, ഞാൻ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചതുകൊണ്ട് ജപമാലയൊക്കെ എനിക്കറിയാം. അന്ന് തൊട്ട് പ്രാർത്ഥിക്കുന്നതാണ്. മാതാവിൻ്റെ കൈ പിടിക്കുന്നത് പോലെയാണ് ജപമാല ചൊല്ലിത്തുടങ്ങുമ്പോൾ. അപ്പോൾ അത് ജപമാല മുഴങ്ങുന്ന ഒച്ച കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മാതാവിൻ്റെ കൈ പിടിച്ചൊരു എഫക്റ്റാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. അപ്പോൾ അത് എല്ലാ ദിവസവും ഞങ്ങളുടെ കുടുംബത്ത് അത് മുഴങ്ങിയിരിക്കും ജപമാല. അതുപോലെ കുടുംബ പ്രാർത്ഥനയും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെ ദൈവം തന്നു നടത്തിയ എല്ലാ വഴികൾക്കും പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യത്തിനും അനുഗ്രഹങ്ങൾക്കും പ്രത്യേകമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ നന്ദി പറയുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവറ്റവനാണ് ദൈവം. 2 കൊറിന്ത്യൻസ് 9:8 വചനമാണ്. ദൈവം കൃപയുടെ ഉറവിടമാണ്. സമൃദ്ധമായി കൃപയും അനുഗ്രഹവും നൽകുവാൻ കഴിവുള്ളവനും നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് മാത്രമല്ല മറ്റ് സത്കൃത്യങ്ങൾ ചെയ്യുവാൻ, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാൻ ഉടമ്പടിയിൽ
ദൈവം നമുക്ക് അനുഗ്രഹം ലഭിക്കുമെന്നും ഉറപ്പ് നൽകുകയാണ്. ഓരോ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോഴും അറിയാത്തവരെ അറിയിക്കുമ്പോഴും അറിഞ്ഞവരെ ആഴപ്പെടുത്തുമ്പോഴും നമ്മളറിയാതെ തന്നെ ഓരോ അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് വശിക്കുകയാണ് ദൈവം. നമ്മുടെ പ്രശ്നങ്ങൾക്കും രോഗാവസ്ഥകൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കുമെല്ലാം നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിന്നീടെല്ലാം മറ്റു കാര്യങ്ങളിലാണ് നാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകുന്ന, നമ്മുടെ കുറവുകൾ മാറി സമാധാനവും സന്തോഷവും ആത്മവിശ്വാസവും ലഭിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. പരിശുദ്ധമ്മ ജീവനോടെ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദുരന്തം വരാനിരിക്കുന്നു, വരാൻ പോകുന്നു എന്നൊരു മെസ്സേജുമായിട്ടാണ് അമ്മ വന്നത്. ഇന്ന് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലും പല കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുന്ന ഒരു അമ്മയുടെ സാന്നിധ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മകളുടെ ജീവിതത്തിലും 9-0 എന്ന് കാണിച്ചു കൊടുത്തപ്പോൾ മകൾക്ക് മനസ്സിലായില്ല എന്താണ് എന്ന്. ജയമി മനസ്സിൽ എന്താണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ചെലവഴിക്കുകയാണ്. പിന്നീട് മകൻ്റെ റിസൾട്ടിനെ പറ്റി 60-70% സാധാരണ ലഭിക്കാറുള്ളത്. 90 സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത ഒരു നമ്പർ, അതും പ്രതീക്ഷിച്ചില്ല. പക്ഷെങ്കിൽ റിസൾട്ട് വന്നപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് ഈ മകൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. മകൻ പറഞ്ഞത് ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പ് കാശുരൂപവും ഒക്കെ മുറുക്കെ പിടിച്ചുകൊണ്ട് അമ്മയുടെ സാന്നിധ്യമുണ്ടെന്ന് ഉറപ്പുവരുത്തിയാണ് ഈ മകന് ബോർഡ് എക്സാമിന് പോയത്. അതിൻ്റെ ഫലമായിട്ടാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത റിസൾട്ടുമായിട്ട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ലഭിക്കുമെന്ന പൂർണ്ണ ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആത്മീയതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഈ മകളുടെ ജീവിതത്തിലും കൂടുതലും ആത്മീയതയിലാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് തക്ക സമയത്ത് തക്ക രീതിയിൽ ഈശോയും അമ്മയും ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് നല്ല റിസൾട്ട് നൽകി അനുഗ്രഹിക്കുകയും പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ്റെ തടസ്സങ്ങളുണ്ടായിരുന്നിട്ടും തക്ക സമയത്ത് തന്നെ ആ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ നൽകി ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും എല്ലാ അനുഗ്രഹവും നൽകുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളുടെ നമ്മുടെ ജീവിതത്തിലും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഉടമ്പടി നല്ല സത്കൃത്യങ്ങൾക്കായി കാരുണ്യ പ്രവൃത്തികൾക്കായി ഉപയോഗിക്കുവാനും ദൈവം നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും, തക്ക സമയത്ത് ശരിയായ രീതിയിൽ നൽകുമെന്ന് വിശ്വസിച്ചുകൊണ്ടും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമെന്ന് പൂർണ്ണമായി ആഗ്രഹിച്ചുകൊണ്ടും അനുഗ്രഹം മറ്റുള്ളവർക്കായി നമുക്ക് ലഭിച്ച അനുഗ്രഹം മറ്റുള്ളവർക്കായി പങ്കിട്ടുകൊണ്ടും 2 കൊറിന്ത്യൻസ് 9:8 പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ നമുക്ക് മതിയെന്നാണ്. കിട്ടുന്ന അനുഗ്രഹങ്ങൾ ചെറുതാണെങ്കിലും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞ് ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 21:6 പറയുന്നത് അവിടുന്ന് അവനെ എന്നേക്കും അനുഗ്രഹപൂർണ്ണനാക്കി അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു എന്നാണ്. നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങൾ കൊണ്ട് പൂർണ്ണതയിലെത്തുവാനും അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് കൂടുതൽ ആനന്ദിക്കുവാനുള്ള കൃപ ലഭിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം.